ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി റേസ് പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രിപ്പറേഷൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭാഗം അല്ലേ. അപ്പോൾ നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇനി ചെയ്യാൻ പോകുന്ന ഭാഗവും ഇതാണ്. ഏറ്റവും കൂടുതൽ കാര്യം നമ്മളൊരു എക്സ്റ്റൻഷൻ ആക്ടിവിറ്റിയാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ജോലിയുടെ ഭാഗം എന്ന് പറയുന്നത്. അതായത് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലേ. ഹെൽത്തിനെ കുറിച്ച്, ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ പബ്ലിക്കിനെ ബോധവാന്മാരാക്കേണ്ടുന്നതിൻ്റെ ഉത്തരവാദിത്തം പ്രധാനമായിട്ടും ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്ക് തന്നെയാണ്. അത് തന്നെയാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. മാത്രമല്ല അങ്ങനെയുള്ള സർവൈലൻസ് പ്രോട്ടോക്കോളുകളെല്ലാം നമ്മൾ നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ, ഉദാഹരണം നമുക്കിപ്പോൾ കോവിഡ് വന്ന സമയത്ത് എന്താണ് കോവിഡ് അല്ലെങ്കിൽ ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ, ഇത് നമ്മൾ വെറുതെ സർക്കാർ തലത്തിൽ ഉണ്ടാക്കിയ ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കി വെച്ചൊരു കാര്യമുണ്ടോ? അത് ജനങ്ങളിലേക്ക് എത്തിക്കണ്ടേ? പല വഴികളുണ്ട് അതിന് വേണ്ടിയിട്ട്, ഒരുപാട് വഴികളുണ്ട്. ഉദാഹരണത്തിന് മാസ് മീഡിയ വഴി നമുക്ക് കാര്യങ്ങൾ എത്തിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ 1-to-1 എഡ്യൂക്കേഷനിൽ എത്തിക്കാം അല്ലേ. അത് മാസ് മീഡിയ കഴിഞ്ഞാൽ പിന്നെ 1-to-1 ഡിസ്കഷനിലേക്ക് കാര്യങ്ങൾ പോകും. അങ്ങനെ ഇതെല്ലാം നടപ്പിലാകുന്നത് ഏത് വഴി? കമ്മ്യൂണിക്കേഷൻ വഴിയാണ് അല്ലേ. ഹെൽത്ത് എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ വഴിയാണ്. അപ്പോൾ അത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ആൾക്കാരാണ് അല്ലേ. അപ്പോൾ ഇത് നോട്ട് ഓൺലി ഇൻ ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് എക്സാമിനേഷൻ, നിങ്ങളുടെ പ്രൊഫഷണലി നിങ്ങൾ വളരെയധികം ഈ ഒരു മേഖലയെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകാം എന്താണ് ഇൻ കമ്മ്യൂണിക്കേഷൻ ടെക്നിക്കൽ നോ ഹൗ ഈസ്. നമ്മുടെ കെ പാർക്കിൻ്റെ പുസ്തകത്തിൽ മെസ്സേജിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ചെറിയ ഭാഗമാണ്. കമ്മ്യൂണിക്കേഷനിൽ ടെക്നിക്കൽ നോ ഹൗ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് ഉറപ്പാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ 61, 66 ഒരു പരീക്ഷയിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. മനസ്സിലായി? ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കാം. പർപ്പസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഫ്രം ദ ഓഡിയൻസ് ടു സെൻഡർ അല്ലേ. അതായത് ഓഡിയൻസിൽ നിന്നും സെൻഡറിലേക്ക് പോകുന്ന ഇൻഫർമേഷൻ്റെ ഫ്ലോയെ എന്താണ് പറയുന്നത് ചോദിച്ചിട്ടുണ്ട്. അത് രണ്ടും കൂടെ നോക്കാം. ഈ ഒരു ക്ലാസ്സിൽ നിന്ന് തന്നെ നമുക്ക് 2 ക്വസ്റ്റ്യൻ ഒരു പരീക്ഷ കിട്ടുകയാണ്. അപ്പോൾ അതുപോലെയാണ് ഈ ഒരു ഭാഗത്തിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഈ ക്ലാസ് പഠിക്കുന്നതിന് മുന്നേ, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് മുന്നേ നിങ്ങൾ മനസ്സിൽ ഓർക്കേണ്ട കാര്യം 1 മാർക്ക് ഉറപ്പിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. 1 മാർക്ക് ഉറപ്പിക്കുന്നു. ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ പഠിച്ചാൽ മാത്രം മതി, വേറൊന്നും ചെയ്യേണ്ട കേട്ടോ. ഓക്കെ, ഇതിൻ്റെയൊക്കെ ഉത്തരം നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയാൻ പറ്റും. എന്താണ് കമ്മ്യൂണിക്കേഷനിൽ ടെക്നിക്കൽ നോ ഹൗ മെസ്സേജ് ആണ്. അതുപോലെ പർപ്പസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇൻഫർമേഷൻ, എൻ്റർടൈൻമെൻറ്റ്, പ്രൊപ്പഗാൻഡ അല്ലേ, എല്ലാം ഉണ്ടല്ലേ, ആൾ ഓഫ് ദ എബോവ് ആണ്. അതിലെ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ, അതായത് സെൻഡറിൽ നിന്നും അങ്ങോട്ട് റിസീവറിലേക്ക് കൊടുക്കുന്നത് മെസ്സേജും തിരിച്ച് കിട്ടുന്നത് എന്താണ്? ഫീഡ്ബാക്ക് ആണല്ലേ, ഫീഡ്ബാക്ക് ആണ്. ഇപ്പം നമ്മൾ റിയലിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂവിലേക്ക് ഈ ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ കടന്നു പോകുന്നത് നമ്മൾ റിയാലിറ്റി, നിങ്ങൾ ലൈഫിൽ അനുഭവിച്ചിട്ടുള്ള റിയാലിറ്റി. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ച് അറിയാവുന്ന കാര്യം. ഇന്ത്യയിൽ എന്തിനാണ് ഇത് പറയുന്നത്? പണ്ട് നിങ്ങൾക്ക് ഇത് പഠിച്ചപ്പോൾ തോന്നിയിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമില്ല, ഇതെന്തിനാണ് പഠിക്കുന്നത് എന്നുള്ളതാണ്. ചോദ്യം വരുമ്പോഴത്തേക്ക് കണ്ണു തള്ളാൻ പാടില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായ? അപ്പോൾ എന്താണ് കമ്മ്യൂണിക്കേഷൻ നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആശയവിനിമയമാണ് കമ്മ്യൂണിക്കേഷൻ. ആശയവിനിമയമാണ് കമ്മ്യൂണിക്കേഷൻ അല്ലേ. ആശയങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്നതിന് നമ്മളെന്ത് വിളിക്കുക? കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുക. അതിനകത്ത് യാതൊരു സംശയമില്ല. ആശയവിനിമയം നടത്തണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഉണ്ടാവണം? ആശയം കൊടുക്കുന്ന ഒരാളുണ്ടാവണം, ആശയം സ്വീകരിക്കാൻ ഒരാളുണ്ടാവണം, പിന്നെ കൊടുക്കാൻ ഒരു ആശയം ഉണ്ടാകണം, ഈ ആശയം അവനിലേക്ക് എത്തിക്കാൻ ഒരു വഴി ഉണ്ടാവണം അല്ലേ. ഇത്രയും കാര്യങ്ങൾ വളരെ അത്യാവശ്യമാണ്. നോക്കാം. Communication can be regarded as a two-way process of exchanging or shaping ideas, feelings and information. Communication is a two-way process. ഒരു റേഡിയോ നമുക്ക് പറയുന്നത് പോലെയാണോ? അല്ല. പണ്ട് കാലത്ത് നമ്മൾ തമാശയായിട്ട് പറയുമല്ലോ, കൂട്ടുകാരെ കളിയാക്കും. എങ്ങനെ? ഒരു ചിലരുണ്ടാവും അങ്ങോട്ട് പറയണമെന്ന് കേൾക്കൂല, ഇങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, തുരുതുരാ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ വല്ലതും പറഞ്ഞാൽ ഇവ നമ്മൾ റേഡിയോ എന്ന് വിളിക്കും. അവനെ സംബന്ധിച്ച് അവൻ ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ ആണോ? അല്ല എന്ന് പറയാം. അപ്പം നിങ്ങൾ റേഡിയോ വെച്ചിട്ട്, ഞാനീ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് റേഡിയോ വഴി കമ്മ്യൂണിക്കേഷൻ നടക്കൂല സാറേ എന്ന് നിങ്ങൾ പറയരുത്. റേഡിയോ വഴി കമ്മ്യൂണിക്കേഷൻ നടക്കും. അവിടെയും 2-way പ്രോസസ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. എന്നാലും നോക്കുക, കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി റിഗാർഡ് ആസ് എ 2-way പ്രോസസ് ഓഫ് എക്സ്ചേഞ്ചിങ് ഓർ ഷേപ്പിംഗ് ഐഡിയാസിനെ പരസ്പരം കൈമാറുന്നതിനോ അല്ലെങ്കിൽ ഐഡിയകൾ രൂപപ്പെടുത്തുന്നതിനോ. ഇപ്പോൾ അവൻ്റെ ഐഡിയ അമൂർത്തമായിട്ടുള്ളൊരു ഐഡിയ ആയിരിക്കും. അപ്പോൾ അവൻ്റെ ഐഡിയ മൂർത്തമായ രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അത് ഇന്ന രീതിക്ക് മാറ്റിയെടുക്കത്. അതുപോലെ ഫീലിങ്സ്, വികാരങ്ങൾ അല്ലേ. അപ്പോൾ അതുപോലെ ഇൻഫർമേഷൻസ്, വിവരങ്ങൾ, ഇതെല്ലാം എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിനാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. ബ്രോഡ്ലി, കുറച്ചും കൂടെ നമുക്ക് വിശാലമായിട്ട് പറഞ്ഞാൽ, ബ്രോഡ്ലി ഇറ്റ് റെഫേഴ്സ് ടു ദ കൗണ്ട്ലെസ് വേ ദാറ്റ് ഹ്യൂമൻസ് ഹാവ് ഓഫ് കീപ്പിംഗ് ഇൻ ടച്ച് വിത്ത് വൺ അനദർ. വളരെ വിശാലമായൊരു കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ
ഒത്തിരി എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രയും അല്ലേ, അത്രയും തരത്തിലുള്ള കാര്യങ്ങളാണ് എന്ത് മനുഷ്യർ പരസ്പരം ബന്ധം കീപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രയും കാര്യങ്ങളെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കാം. ചിലപ്പോൾ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ നോക്കി നിൽക്കുന്നു, there is a communication. ഇങ്ങനെ ചിരിക്കുന്നു, there is a communication അല്ലേ, there is a communication. നമ്മൾ ഇങ്ങനെ നോക്കി വിരട്ടുന്നു, there is a communication. കണ്ടില്ലേ? അപ്പാണ് എന്താണ് കൗണ്ട്ലെസ് വേസ് ദാറ്റ് ഹ്യൂമൻസ് ഹാവ് ഓഫ് കീപ്പിംഗ് ഇൻ ടച്ച് വിത്ത് ഓൺ അനദർ. ഒരാൾക്ക് മറ്റൊരാളോട് ബന്ധം നിലനിർത്താൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന മനുഷ്യർ മാത്രമല്ല, ഏത് ആനിമൽസ്, ഏത് ജീവജാലങ്ങൾ ഉപയോഗിക്കുന്ന എന്ത് വഴിയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കാം മക്കളെ. ഓക്കാം, കമ്മ്യൂണിക്കേഷൻ വിച്ച് ഈസ് ദ ബേസിസ് ഓഫ് ഹ്യൂമൻ ഇന്ററാക്ഷൻ ഇറ്റ്സ് എ കോംപ്ലക്സ് പ്രോസസ്. ഇറ്റ് ഹാസ് ദ ഫോളോയിങ് മെയിൻ കമ്പോണൻസ്. നമ്മൾ പ്രധാനപ്പെട്ട കമ്പോണൻസിനെ കുറിച്ച് പഠിക്കാൻ പോകണം കമ്മ്യൂണിക്കേഷൻ്റെ. നോക്ക്, കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നില്ല, അതോടെ നിൽക്കട്ടെ. എന്താണ് ഹ്യൂമൻ ഇന്ററാക്ഷനിൽ നടക്കുന്ന ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സാണ്. പക്ഷേ കമ്മ്യൂണിക്കേഷൻ സംബന്ധിച്ച് ഇത്രയും കാര്യങ്ങൾ വേണം. ഏതൊക്കെയാണ് വേണ്ടത്? ഈ ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട്. എന്നാൽ ഇപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, സെൻഡർ. മെസ്സേജ് അയക്കുന്നവനെ നമ്മൾ സെൻഡർ എന്ന് വിളിക്കുന്നു അല്ലേ, സെൻഡർ വേണം, മൊബൈലിൽ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യണം. അതുപോലെ റിസീവർ, വേറൊരു അറ്റത്ത് ഈ മൊബൈലിൽ മെസ്സേജ് കിട്ടാൻ വേണ്ടി ഒരാൾ വേണം, ഓഡിയൻസ് എന്ന് വിളിക്കാം നമുക്ക് അയാളെ. അതുപോലെ മെസ്സേജ്, ഞാൻ അയക്കുന്ന കണ്ടന്റ്, എടാ പോടാ നിന്റെ ജോലി നോക്കി പോടാ എന്നായിരിക്കും അയക്കുന്ന മെസ്സേജ്. അതൊന്ന്, എടാ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, രണ്ടാമത്തെ മെസ്സേജ് അല്ലേ. എന്താണോ അതിൻ്റെ കണ്ടന്റ്. ചാനൽസ്, മൊബൈലാകുമ്പോഴത്തേക്കും ചാനൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇൻ്റർനെറ്റ് ആണല്ലേ. അതുപോലെ ഫീഡ്ബാക്ക്, എഫക്റ്റ് എന്തായിരിക്കും? ചിലപ്പോൾ ഇഷ്ടമാണെന്ന് പറയാൻ തിരിച്ചൊരു നല്ലൊരു ഇമോജി ആയിരിക്കും വരാൻ സാധ്യതയുള്ള, ചിലപ്പോൾ ചെകിടത്തടിക്കുന്ന ഒരു എന്തായിരിക്കും, ഒരു ഇമോജി ആയിരിക്കും. എന്തോ ആയിക്കോട്ടെ, എന്താണ് ഫീഡ്ബാക്ക്. ഇത്രയും കാര്യങ്ങളിൽ കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാകണം. ഇനി വേറൊരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞുതരാം. വേറെ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ ഇവിടെ നിൽക്കുന്നു, ഞാൻ നിങ്ങളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ആരാ സെൻഡർ? ഞാൻ അല്ലേ, ഞാനാണ് സോഴ്സ്. ഈ പറയുന്ന കാര്യങ്ങൾ ഞാനാ നിങ്ങളടുത്ത് പറയുന്നത്. റിസീവർ ആരാ? നിങ്ങൾ റിസീവറാ. മെസ്സേജ് എന്താണ്? ഞാൻ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളല്ല എനിക്കുള്ള നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജാ. അതായത് നിങ്ങൾ ഇത് വെറുതെ പഠിച്ചാൽ പോരാ, ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷനിൽ വരെ വളരെയധികം പ്രയോജനപ്പെടുന്ന കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എന്താ? ഇത് പഠിച്ചാൽ 1 മാർക്ക് ഉറപ്പാണെന്ന് പറഞ്ഞു. ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് തരുന്ന മെസ്സേജുകളാ അല്ലേ. ചാനൽ, എന്താ ചാനൽ? യൂട്യൂബ് ചാനലാണോ? അല്ല, ആപ്ലിക്കേഷൻ ചാനൽ. യെസ്, അതെ. എന്താണ്? നമ്മളെ സംബന്ധിച്ച് ഇതൊരു മീഡിയയാണ് നമുക്കിടയിലുള്ള ചാനൽ അല്ലേ. ഓക്കെ. അതുപോലെ ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോഴത്തേക്കും സാറേ ഇങ്ങനെയൊന്നും പഠിപ്പിച്ചാൽ പോരാ, ഇതൊന്നും അല്ല പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്, അല്ലെങ്കിൽ സാറേ ഇത് സൂപ്പറായിരുന്നു, എനിക്കൊരു മാർക്ക് കിട്ടി എന്ന് പരീക്ഷ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ വിളിച്ച് പറയണം, ആ ക്ലാസ്സിൽ സാറ് പറഞ്ഞ ആ ഒരു എക്സാമ്പിൾ എനിക്ക് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത് ഒരു മാർക്ക് കിട്ടി. കുറേ കാലം കഴിഞ്ഞുള്ള ഫീഡ്ബാക്കാണ്. ചിലപ്പോൾ കറക്റ്റ് സമയത്ത് ഫീഡ്ബാക്ക് വരും. സാറേ സൂപ്പർ ക്ലാസ്. ചെല്ല് വിളിച്ച് പറയാറുണ്ട്, സാർ ഇത് നല്ല രസമായിരുന്നു. ചെല്ല് വിളിച്ച് പറഞ്ഞു, സാർ ഇത് നമ്മൾ പ്രതീക്ഷ അത്ര ആയില്ല. എഫക്റ്റ്, ഫീഡ്ബാക്ക്, ഇത്രയും കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. മനസ്സിലായോ? ഉണ്ടായിരിക്കും. അപ്പോൾ എന്തൊക്കെയാടാ? സെൻഡർ ഉണ്ട്, മെസ്സേജ് ഉണ്ട്, ചാനലുണ്ട്, റിസീവർ ഉണ്ട്. അതുപോലെ എന്തുണ്ട്? റിസീവർ നേരിട്ട് തിരിച്ചു കിട്ടുന്ന സാധനം എന്നതാ? ഫീഡ്ബാക്ക്. പ്രീവിയസ് ക്വസ്റ്റ്യനാ. റിസീവർ തിരിച്ച് സെൻഡർ കൊടുക്കുന്ന ഇൻഫർമേഷൻ നമ്മൾ എന്താ വിളിക്കുന്നത്? മെസ്സേജ് എന്നല്ല വിളിക്കുക, ഫീഡ്ബാക്ക് എന്നാ വിളിക്കുക. മനസ്സിലായോ? ഫീഡ്ബാക്ക് എന്നാ വിളിക്കുക. ഓക്കെ ആണ് പറഞ്ഞത്? ഓക്കെ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ, സെൻഡർ. ആരാ സെൻഡർ? കമ്മ്യൂണിക്കേറ്റർ. ഇവിടെ ഞാനാണ് സെൻഡർ. സെൻഡറല്ല, സെൻഡർ, അയക്കുന്ന ആൾ, മെസ്സേജ് അയക്കുന്ന ആൾ. ഇവിടെ ഇദ്ദേഹമാണ് കമ്മ്യൂണിക്കേറ്റർ. എന്താണ് സെൻഡർ എന്ന് പറയുന്നത് അല്ലേ. ഒരു ക്ലാസ്സിൽ ടീച്ചറാണ് സെൻഡർ. ഒരു പബ്ലിക് മീറ്റിങ്ങിൽ പ്രാസംഗികനാണ് സെൻഡർ അല്ലേ. അതുപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ റേഡിയോയിൽ വാർത്ത വായിക്കുന്നു, ആ വാർത്ത അവതാരകനാണ് സെൻഡർ അല്ലേ. അതുപോലെ നമ്മളൊരു എങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി, സെൻഡർ മനസ്സിലായി. The sender or communicator is the originator of the message. അല്ലേ? originator of the message അല്ലേ. മെസ്സേജ് ആരിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്, എവിടെയാണോ മെസ്സേജ് രൂപം കൊള്ളുന്നത്, അയാൾ നമ്മളെന്ന് വിളിക്കുന്നു സെൻഡർ എന്ന് വിളിക്കുന്നു. ഞാൻ എന്ന് പറയുന്ന വ്യക്തി ടു ബി ആൻ എഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റർ ഹി മസ്റ്റ് നോ. ഞാൻ എന്തൊക്കെ അറിഞ്ഞിരിക്കണം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ എന്തൊക്കെ അറിഞ്ഞിരിക്കണം? ഹിസ് ഒബ്ജക്റ്റീവ്സ് ക്ലിയർലി ഡിഫൈൻഡ്. എൻ്റെ ലക്ഷ്യം വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്ത എൻ്റെ ലക്ഷ്യം ഞാൻ അറിഞ്ഞിരിക്കണം. എന്താ എൻ്റെ ലക്ഷ്യം? എൻ്റെ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനം നിങ്ങൾക്ക് ഈ പരീക്ഷയിൽ ഈ ക്ലാസ്സിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങളെല്ലാം എഴുതാൻ പറ്റണമെന്നുള്ളതാണ്. ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലോട്ട് കയറണം എന്നുള്ളതിൻ്റെ ഒരു ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം, നിങ്ങൾ എന്നെ ഈ ക്ലാസ്സിലൂടെ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം. അതുപോലെ അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കാം. എന്തായാലും ക്ലിയർലി ഡിഫൈൻഡ് ആയിട്ടുള്ള എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ് നിങ്ങൾക്ക് ഇതിനകത്ത് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ കിട്ടണം.
അപ്പോൾ പഠിക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു ഊർജ്ജം ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്ത് വെച്ചത്. അപ്പോൾ ഈ ക്ലാസ് പ്രിപ്പയർ ചെയ്യുന്നത് ഇതെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ട്? എൻ്റെ ഈ പറഞ്ഞ ഒബ്ജക്റ്റീവ്, ആ ക്ലിയർലി ഡിഫൈൻഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ ഒബ്ജക്റ്റീവ്സ് ക്ലിയർ ആണ്, മനസ്സിലായ? അതേപോലെ നിങ്ങൾ നാളെ ഒരു കാലത്ത് കോവിഡ് പോലൊരു പാൻഡമിക്കോ ഒരു സിറ്റുവേഷനോ ഒരു നിപ്പ പോലൊരു സിറ്റുവേഷനോ വന്നപ്പോഴത്തേക്ക് നിങ്ങൾ അങ്ങോട്ട് ഡെപ്യൂട്ട് ചെയ്യുകയാണ്. നിങ്ങളടുത്ത് പറയുന്നു ഇതാ ഇവിടെ ഇന്ന് ഗ്രന്ഥശാല ഒരു മീറ്റിംഗ് ഉണ്ട്, അവിടെ പോയി നിങ്ങൾ സംസാരിക്കണം. അപ്പോൾ നിങ്ങളുടെ ഒബ്ജക്റ്റീവിനെ കുറിച്ച് നിങ്ങൾ ക്ലിയർ ആയിട്ട് ഐഡിയ ഉണ്ടായിരിക്കണം. അവിടെ ചെന്നിട്ട് നിങ്ങൾ വീട്ടുകാരും പറയേണ്ട കാര്യമില്ല. തമാശ പറയാം, ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ ഒബ്ജക്റ്റീവിനെ സാധൂകരിക്കുന്ന തമാശകളോ അല്ലെങ്കിൽ എക്സാമ്പിളുകളൊക്കെ പറയാം. പക്ഷേ എൻ്റെ വീട്ടിൽ ആരുണ്ട്, ഇന്നുണ്ട്, ഞാൻ ഇന്ന ആളാണ് എന്നൊന്നും പറയേണ്ട യാതൊരു കാര്യമില്ലല്ലേ. നമ്മുടെ ഒബ്ജക്റ്റീവിനെ കുറിച്ച് വ്യക്തമായി നമുക്ക് ധാരണ ഉണ്ടാവണം മക്കളെ, ഒന്ന്. അതുപോലെ രണ്ടാമത് എന്തൊക്കെ വേണം, എന്തറിയണം? ഓഡിയൻസിനെ കുറിച്ച് അറിയണം, അതിൻ്റെ ഇൻട്രസ്റ്റുകളും നീഡ്സും അറിയണം. ഇവിടെ എന്താ, ഇവിടെ എനിക്ക് നിങ്ങളെ അറിയാം. കാരണം എന്താ, നിങ്ങൾ ഹെൽത്ത് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് 1ാം റാങ്ക് വാങ്ങാൻ വേണ്ടിയിട്ടിരിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ നിങ്ങളുടെ നീഡ്സ് എന്താണ്? ഹെൽത്ത് ഇൻസ്പെക്ടർ പരീക്ഷ റാങ്ക്, അതിലൂടെ ഒരു ജോലിയാണ്. നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണ്? പഠിക്കാനാണ് ഇൻട്രസ്റ്റ്. അപ്പോൾ എൻ്റെ വീട്ടുകാരും കേൾക്കാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല, എൻ്റെ തമാശ കേൾക്കാൻ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകണമെന്നില്ല. എന്നാലും നമ്മുടെ ഈ ക്ലാസ് രസകരമാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഓർമ്മിപ്പിക്കാൻ നമുക്ക് തമാശയായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും പറഞ്ഞു തരാം. പക്ഷേ ദാറ്റ് ഇൻക്ലൂഡ്സ് യുവർ ഇൻട്രസ്റ്റ്. അതിനെക്കുറിച്ച് ഞാൻ വെൽ അവെയർ ആയിരിക്കണം, മനസ്സിലായി? അതേസമയം നിങ്ങൾ കോവിഡ് അല്ല ഇത് ഒരു നിപ്പ വന്ന സ്ഥലത്ത് നിങ്ങൾ ക്ലാസ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഓഡിയൻസിനെ കുറിച്ച് അറിയണം. അവർക്ക് എന്താണ് അറിയേണ്ടത്? ചിലപ്പോൾ അവർ അതിനെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ലാതിരിക്കുന്ന ആൾക്കാരായിരിക്കും, അല്ലേ? മനസ്സിലായോ? ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്, വാക്സിൻ, മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ വാക്സിൻ, ചില സ്ഥലങ്ങളിൽ വാക്സിൻ ഹെസിറ്റൻസി ഉണ്ട്. വാക്സിനേഷൻ എടുക്കാൻ ആൾക്കാർ വിസമ്മതിക്കും. അവിടെ നമ്മൾ പോയി ക്ലാസ്സുകൾ എടുക്കേണ്ടി വരും, ആൾക്കാരെ ബോധവൽക്കരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ എത്തിരിക്കുമ്പോഴത്തേക്ക് അവരുടെ ഇൻട്രസ്റ്റ് വ്യത്യസ്തമായിരിക്കും. ചിലപ്പോൾ അവിടെ ഇരിക്കുന്നവന് വേറെ ഹിഡൻ അജണ്ട ഉണ്ടായിരിക്കും. നമുക്കിട്ട് 2 പണി തരാം എന്ന് പറഞ്ഞിരിക്കും, അല്ലേ? 2 ചോദ്യങ്ങൾ ചോദിക്കാം. USA വാക്സിൻ കേസ് അല്ലെങ്കിൽ വാക്സിനേഷൻ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി USA പ്രത്യേകം കോടതി ഇല്ലയോ? ഇവിടെ എന്തുണ്ടോ? നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും വന്നാൽ നിങ്ങൾ നോക്കൂ. ഇങ്ങനെയൊക്കെ ചോദിക്കും ആൾക്കാർ. USA അതുണ്ട് കേട്ടോ, ഉണ്ട്. പല വിദേശ രാജ്യങ്ങളിലും ഉണ്ട്. ഇവിടെ അതില്ല. അതൊക്കെ ശരിയാണ്. പക്ഷേ എന്ന് കരുതി വാക്സിനേഷൻ എടുക്കരുതെന്ന് പറഞ്ഞ ആൾക്കാരെ ബോധവൽക്കരിക്കുന്ന ആൾക്കാരാണ് അവർ. അവർക്ക് അവരുടെ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അവനെയും നമ്മൾ അറിയണം, മനസ്സിലായ? ഓഡിയൻസിന് അവനുണ്ടെങ്കിൽ അവനെയും നമ്മൾ അറിയണം. അവന് കൊടുക്കേണ്ടുന്ന മറുപടി കൂടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കണം. എന്നാലേ അവൻ എന്താവത്തുള്ളൂ? എഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റർ ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ്? ഓഡിയൻസിന്റെ ഇൻട്രസ്റ്റും നീഡ്സും അവൻ അറിയണം. അതുപോലെ ഇതിനേക്കാളൊക്കെ ഉപരി അവൻ എന്താണ് പറയാനുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവണം. ഹിസ് മെസ്സേജ്, അല്ലേ? എൻ്റെ മെസ്സേജ്, ഞാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജിനെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. ഈ പഠിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റണം. നിങ്ങൾക്ക് അവിടെ വാക്സിൻ എന്താണ്, എന്തുകൊണ്ട് ചെയ്തില്ലെങ്കിൽ എന്ത് കുഴപ്പം, ചെയ്യാത്തത് കൊണ്ടുണ്ടായ കുഴപ്പങ്ങൾ എന്തൊക്കെയെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ജനങ്ങൾക്ക് വിശദീകരിച്ച് കൊടുക്കാൻ വ്യക്തമായിട്ട് പറ്റണം. അപ്പോൾ എന്തൊക്കെ വേണോടാ? ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച്, ലക്ഷ്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ വേണം. ഓഡിയൻസിന്റെ ഇൻട്രസ്റ്റ്, താല്പര്യങ്ങളും അവരുടെ ആവശ്യങ്ങളെക്കുറിച്ച് ധാരണ വേണം നമുക്ക്. അതുപോലെ നമുക്ക് പഠിപ്പിക്കേണ്ട കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിവ് വേണം, അല്ലേ? അതുപോലെ ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഈ ചാനലിനെ കുറിച്ചും ഞാൻ മനസ്സിലാക്കണം. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ യൂട്യൂബിലാണ് കാണിക്കുന്നതെന്ന് വെച്ചോളൂ. ദാറ്റ് ഈസ് എ ചാനൽ, യൂട്യൂബ് ചാനൽ അതല്ല ഉദ്ദേശിക്കുന്നത്. ദാറ്റ്സ് എ ഇലക്ട്രോണിക് ചാനൽ, ഇലക്ട്രോണിക് മീഡിയം വഴിയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുക. അതേസമയം ഞാൻ നിങ്ങളെ ക്ലാസ് റൂമിൽ ഇരുത്തിയാണ് ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എനിക്ക് ഇത്രയും കാര്യങ്ങൾ പറയേണ്ടി വരത്തില്ല. കാരണം എന്താ, ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടി തുടങ്ങുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ചോദ്യം ഇങ്ങോട്ട് ഇടും. ഡയറക്റ്റായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഫീഡ്ബാക്ക് കിട്ടും, അല്ലേ? അപ്പോൾ ഈ ചാനലിൻ്റെ പ്രാധാന്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം, അല്ലെ? ചാനൽ വ്യക്തമായിട്ട് നമുക്ക് ഒരു വളരെ മാസ് മീഡിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ചാനൽ വളരെയധികം എന്താണ്, ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് എന്താണ് ഫീഡ്ബാക്ക് കിട്ടാൻ കുറേ ലേറ്റ് ആവും, അല്ലേ? ഫീഡ്ബാക്ക് ഡയറക്റ്റ് കിട്ടത്തില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവണം. അടുത്തത് ഹിസ് പ്രൊഫഷണൽ എബിലിറ്റീസ് ആൻഡ് ലിമിറ്റേഷൻസ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള എബിലിറ്റീസും ഉണ്ട്, ലിമിറ്റേഷൻസും ഉണ്ട്, അല്ലേ? ചിലരെ സംബന്ധിച്ച് ചിലർ വാക്കുകൊണ്ട് പറയാൻ വേറെ ഒന്നും വേണ്ട, ഈ പറഞ്ഞ പ്രസൻറ്റേഷന് കാര്യം വേണ്ട, വെറുതെ കയറി നിന്നാൽ മതി. നമ്മളിങ്ങനെ കഥ പോലെ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ചിട്ട് അവരിറങ്ങി പോകും, അല്ലേ? നമ്മൾ ചിലരെയൊക്കെ ഉദാഹരണം നമുക്ക് സുനിൽ പി ഇളയുടെ നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകുകയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രാസംഗികനാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം എനിക്ക് കേൾക്കുമ്പോഴത്തേക്കും നമുക്കൊരു കവിത കേൾക്കുന്ന പോലെയാണ് ആ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുക. ആ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ പതിയും. പക്ഷേ എനിക്കിവിടെ പഠിപ്പിക്കുന്നതൊക്കെ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. കാര്യം എന്താ, എനിക്ക് ഈ സാധനമൊക്കെ കാണിച്ച് നിങ്ങൾക്കൊരു വിഷ്വൽ അപ്പീലൊക്കെ ഉണ്ടാക്കി കാണിച്ചാൽ മാത്രമേ അത് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല അങ്ങനെയുള്ള വലിയ വലിയ പ്രാസംഗികരൊക്കെ ഉള്ളതുപോലെയുള്ള പ്രസൻറ്റേഷൻ ഒരുപക്ഷെ എനിക്ക് ഉണ്ടാകണമെന്നില്ല. അങ്ങനെ ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ ഒരു ലിമിറ്റേഷനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ എബിലിറ്റീസ്, എനിക്ക് എൻ്റേതായ എബിലിറ്റീസ്, എനിക്ക് നിങ്ങളെ എന്ത് പറയാൻ പറ്റും,
അല്ലേ? അപ്പോൾ എൻ്റെ എബിലിറ്റീസിനെ കുറിച്ചും എൻ്റെ ലിമിറ്റേഷൻസിനെ കുറിച്ചും എനിക്ക് ധാരണയുണ്ടാവണം. നിങ്ങളും ഉറപ്പായിട്ടും നാളെ ഒരു കൂട്ടം ആൾക്കാരുടെ മുന്നിൽ പോയി നിൽക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ പ്രൊഫഷണൽ എബിലിറ്റീസിനെ കുറിച്ചും ലിമിറ്റേഷൻസിനെ കുറിച്ചും ധാരണ ഉണ്ടായിരിക്കണം. നമ്മുടെ ലിമിറ്റേഷൻസ് ഇപ്പം നോക്ക്, എനിക്ക് ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാൻ എനിക്ക് കഴിയത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദാറ്റ്സ് എ ലിമിറ്റേഷൻ ഓഫ് മൈൻഡ്, അല്ലേ? അപ്പോൾ അത് അതിജീവിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതേപോലൊരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കാൻ പറ്റും. ആ ലിമിറ്റേഷൻ നമുക്ക് അതിജീവിക്കാൻ പറ്റും, ഇല്ലേ? നമ്മൾ പ്രസൻറ്റേഷനും കൊണ്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം പോലും വിട്ടുപോകാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ അതിന് കൃത്യമായിട്ടൊരു പൈ ചാർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന പോലെ വളരെ വേഗത്തിൽ എളുപ്പത്തിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും, അല്ലടാ? ഇല്ലേ? അപ്പം നമുക്ക് എന്തൊക്കെ അറിയണം? ടു ബി ആൻ എഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റർ, നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ക്ലിയർലി ഡിഫൈൻഡ് ആയിട്ട് ലക്ഷ്യത്തെക്കുറിച്ച് നമ്മൾ അറിയണം. ഓഡിയൻസിൻ്റെ ഇൻട്രസ്റ്റ് ആൻഡ് നീഡ്സ് അറിയണം. അതുപോലെ എനിക്ക് തരാനുള്ള മെസ്സേജിനെ കുറിച്ച് ഞാൻ അറിയണം. അതുപോലെ നമുക്കിടയിലുള്ള ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് അറിയണം. ആൻഡ് മൈ പ്രൊഫഷണൽ എബിലിറ്റീസ് ആൻഡ് ലിമിറ്റേഷൻസ്, ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ എനിക്ക് വേണ്ടേടാ? വേണം. ഇതുണ്ടെങ്കിലേ ഒരാൾക്കൊരു നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചോണേ, പ്രയോജനപ്പെടും. നോക്കാം. ദ ഇമ്പാക്ട് ഓഫ് ദ മെസ്സേജസ് വിൽ ഡിപ്പെൻഡ് ഓൺ സോഷ്യൽ സ്റ്റാറ്റസ്. മനസ്സിലാക്കുക, ഞാൻ നിങ്ങൾക്ക് തരുന്ന മെസ്സേജിന്റെ ഇമ്പാക്റ്റ് വിൽ ഡിപ്പെൻഡ് ഓൺ മൈ ഓൺ സോഷ്യൽ സ്റ്റാറ്റസ്. 2, നോളജ് ആൻഡ് പ്രസ്റ്റീജ് ഇൻ ദ കമ്മ്യൂണിറ്റി. അതുകൊണ്ടാണ് നിങ്ങൾ ഹെൽത്ത് ഇൻസ്പെക്ടർ ആയി കഴിഞ്ഞാൽ ഹെൽത്ത് ഇൻസ്പെക്ടർ നടക്കേണ്ടതുപോലെ നടക്കണം. അപ്പോൾ എന്താ, ഹെൽത്ത് ഇൻസ്പെക്ടർ നടക്കാൻ പ്രത്യേകിച്ച് ഒരു വഴിയുണ്ടോ? ഇല്ല, അങ്ങനെയല്ല. നമ്മൾ വെൽ ഡ്രസ്ഡ് ആയിരിക്കണം, വെൽ മാനേഡ് ആയിരിക്കണം. അതുപോലെ നമ്മുടെ നീറ്റ് ആൻഡ് ടൈഡി ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഫിസിക്, ഒരു രൂപം നമുക്ക് വേണം. ഞാൻ നിങ്ങൾ പോയി മേക്കപ്പ് ചെയ്യാനല്ല ഞാൻ പറയുന്നത്. നമ്മൾ വെൽ മാനേഡ് ആയിരിക്കണം. അങ്ങനെയുള്ളവനെ മാത്രമേ ആൾക്കാർ കേൾക്കുള്ളൂ, അല്ലേ? ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കവലയിൽ ഒരാൾ മുടിയും താടിയൊക്കെ വളർത്തിയിട്ട്, ചിലപ്പോൾ ഭ്രാന്തന്മാരായിരിക്കും, ഞാൻ കണ്ടിട്ടുണ്ട് നിന്ന് സംസാരിക്കുന്നത്, പറയുന്ന വലിയ വലിയ കാര്യങ്ങളാ. ആരെങ്കിലും ശ്രദ്ധിക്കുമോ? ഇല്ല, അല്ലേ? അതേസമയം ഞാനിവിടെ ഒരു ടീച്ചറായിട്ട് വന്ന് നിൽക്കുന്നു, ഞാൻ ഒരു വളരെ മോശപ്പെട്ട വേഷത്തിൽ വന്ന് നിൽക്കുന്നു, നിങ്ങളുടെ അടുത്ത് നിന്ന് ക്ലാസ് എടുക്കുന്നു, നിങ്ങൾ മൈൻഡ് ചെയ്യുമോ? സാധ്യത കുറവാണ്. നമ്മുടെ ലക്ഷ്യം എന്താ? കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആകണമല്ലേ? അപ്പോൾ എന്ത്, ഇമ്പാക്ട് ഓഫ് ദ മെസ്സേജ് വിൽ ക്ലിയർലി ഡിപ്പെൻഡ് ഓൺ ദ സോഷ്യൽ സ്റ്റാറ്റസ്, അല്ലെങ്കിൽ അതോറിറ്റി. ഞാൻ വളരെ അതോറിറ്റേറ്റീവ് ആയിട്ട് നിങ്ങളോട് സംസാരിക്കുകയാണ്, നിങ്ങളിത് പഠിക്കൂ, ഇത് പഠിച്ചാലും മതി എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിക്കും. ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ കാണിച്ചു, അതിൻ്റെ ഉത്തരം പറഞ്ഞു നീ ഭാഗത്തുനിന്ന് നിങ്ങൾ പഠിക്കും. അതേസമയം സെൻറ്റർ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റർ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ, ഇങ്ങനെ വന്നിട്ട് ഇത് ഒബ്ജക്റ്റീവ്, അതോറിറ്റി ഉണ്ടാ? എനിക്കില്ല. നിങ്ങൾ പഠിക്കോ? നിങ്ങൾ കേട്ടോണ്ടിരിക്കോ? ഇല്ല. അപ്പോൾ എന്താ, അതോറിറ്റി വേണം, നോളജ് വേണം. നമ്മുടെ ഓരോ വാക്കിലും അതിനെക്കുറിച്ചുള്ള ധാരണയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നണം. അതുപോലെ പ്രസ്റ്റീജ് ഇൻ ദ കമ്മ്യൂണിറ്റി, ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആവത്തുള്ളൂ. ഓക്കെ, ഇനി സെൻറ്റർ എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയായില്ലേ മക്കളെ? ഇനി റിസീവർ നോക്കാം. നേരത്തെ ഫോൺ എടുക്കുമ്പോൾ നമ്മൾ റിസീവർ എടുത്ത് ചെവിയിൽ വെക്കുമല്ലേ? റിസീവർ നോക്കാം. ഓൾ കമ്മ്യൂണിക്കേഷൻസ് മസ്റ്റ് ഹാവ് ആൻ ഓഡിയൻസ്. എല്ലാ കമ്മ്യൂണിക്കേഷനിലും എന്തുണ്ടാകണം? ഒരു ഓഡിയൻസ് ഉണ്ടാകണം. കേൾക്കാൻ, ഓഡയർ കേൾക്കുന്ന ആൾ, അല്ലേ? എന്താ, ഓഡിയൻസ് ഉണ്ടായിരിക്കണം. ഇത് ചിലപ്പോൾ ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കാം. ഇപ്പോൾ ഞാൻ നിങ്ങളോട് മാത്രം സംസാരിക്കുന്നെങ്കിൽ നിങ്ങൾ ഒരാളാണ്, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ മുമ്പിരിക്കുന്ന ക്ലാസ്സിലുള്ള കുട്ടികളാണെങ്കിൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അല്ലേ? നോക്കാം. വിത്തൗട്ട് ദ ഓഡിയൻസ് കമ്മ്യൂണിക്കേഷൻ ഇസ് നത്തിങ് മോർ ദാൻ മിയർ നോയ്സ്. ഞാനിപ്പോൾ യൂട്യൂബിൽ നിന്ന് ക്ലാസ് എടുക്കുകയാണ്, ഒറ്റ മനുഷ്യൻ എൻ്റെ ക്ലാസ് കാണുന്നില്ല. അല്ലെങ്കിൽ ഞാൻ വന്ന് ക്ലാസ് എടുക്കുന്നു, ക്ലാസ് ഒറ്റ മനുഷ്യനില്ല, എന്നാത്തിനാ ക്ലാസ് എടുക്കുന്നത്? ആവശ്യമുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില കവലയിലൊക്കെ ആൾക്കാർ ഇതുപോലെ, ചില മിക്കവാറും പാർട്ടിയിലെ ഇതാണ്, പെട്ടെന്ന് അവർ പരിപാടി നിശ്ചയിക്കും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് അറിയിപ്പൊന്നും ഉണ്ടാവില്ല, അവരായിട്ട് ആളെ കൊണ്ടുവരത്തുമില്ല, അവർ മയക്കൊക്കെ പിടിച്ച് ഇങ്ങനെ അങ്ങ് പ്രസംഗിക്കും. ആൾക്കാർ അവരുടെ വാർഡ് നോക്കി ഇങ്ങോട്ട് ഓട്ടോ അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, ഒറ്റ മനുഷ്യന്മാരെ വണ്ടി കാണില്ല. അത് മിയർ നോയ്സ് ആണ്, നോയ്സ് പൊല്യൂഷൻ ആണത്. മനസ്സിലായില്ലേ? കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണമെങ്കിൽ there must be an audience ഉണ്ടാവണം. ഇല്ല നിങ്ങൾ പോയി കമ്മ്യൂണിക്കേറ്റ് യാതൊരു കാര്യമില്ല. അപ്പോൾ മനസ്സിലാക്കാം, വിത്തൗട്ട് ആഡിയൻസ് കമ്മ്യൂണിക്കേഷൻ ഇസ് നത്തിങ് മോർ ദാൻ നോയ്സ് ആണ്, അതിന്റെ ആവശ്യമില്ല, അല്ലെ? ഇറ്റ് ഈസ് ദ എലമെന്റ് ഓഡിയൻസ് ആൻഡ് ദെയർ ഫ്രെയിം ഓഫ് മൈൻഡ്. നോക്കാം എന്തൊക്കെയാ വരുന്നത്. എക്സാമ്പിൾ, ഒപ്പീനിയൻസ്, ആറ്റിറ്റ്യൂഡ്സ്, പ്രിജുഡൈസസ് which lends meaning to all the different type of communications. നോക്ക, ഓരോ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും മീനിങ് കൊടുക്കാനായിട്ട്, അല്ലേ, ഒരു അർത്ഥതലം കൊടുക്കുന്നത് ആരാണ്? ഓഡിയൻസ് ആണ്. അവരുടെ മൈൻഡ് സെറ്റ് ആണ്, അവരുടെ ഫ്രെയിം ഓഫ് മൈൻഡ് ആണ്. അതിലെന്തൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും, അവരുടെ ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കും, അവരുടെ പ്രിജുഡൈസ്, അവരുടെ എന്തുണ്ടായിരിക്കും, അവരുടെ മുൻവിധികൾ ഉണ്ടായിരിക്കും. ഇതെല്ലാമുള്ള
ഇതെല്ലാം മനസ്സിലുള്ള ഒരു ഓഡിയൻസ് ആണ് എന്തിന്? ഒരു കമ്മ്യൂണിക്കേഷന് കൃത്യമായിട്ടുള്ള അർത്ഥം കൊടുക്കുക. ഒരുപക്ഷെ നിങ്ങൾ വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ പ്രശസ്തമായ പ്രസംഗത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ പ്രസംഗം, അതായത് എൻ്റെ ഓർമ്മ, ഞാനത് ഓർത്ത് വെച്ച് പറയുന്നത് നോക്കിയൊന്നുമല്ല, എന്നാലും ഓർമ്മയെന്ന് പറയാം. 2ാം ലോകമായത്തിൽ 1ാം ലോകം ഏതായാലും ഒരു യുദ്ധ സമയത്താണ് അദ്ദേഹത്തിൻ്റെ വളരെ സുപ്രധാനമായിട്ടൊരു പ്രസംഗം കൊണ്ട് അദ്ദേഹം ഒരു ജനതയെ ഒരു യുദ്ധത്തിന് സജ്ജരാക്കുന്ന തരത്തിലുള്ള, നിങ്ങൾ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ ഇഷ്ടം പോലെ കണ്ടു കാണാം. ബാഹുബലി കണ്ടിട്ടില്ലേ? ബാഹുബലിയിൽ വീരന്മാരെ എന്താണ് മരണം എന്നും പറഞ്ഞ് ബാഹുബലി ഒരു പെർഫോമൻസ് ഇല്ലേ? അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് അവരെല്ലാം നല്ല പവറാവും, അറ്റാക്ക് അല്ലേ? അവിടെ ഓഡിയൻസ് ഉണ്ട്, സെന്ററും ഉണ്ട്. അവൻ്റെ മനസ്സിൽ പേടി ഉണ്ടായിരുന്നു അല്ലേ? ബാഹുബലിയുടെ ഫണന്റെ മനസ്സിൽ എന്തുണ്ടായിരുന്നു? പേടി ഉണ്ടായിരുന്നു. അതേപോലെ അവന് പ്രിജുഡൈസ്, ആറ്റിറ്റ്യൂഡ്, കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനെല്ലാം മാറ്റിയെടുത്തുകൊണ്ട് യുദ്ധഭൂമിയിൽ വരുന്ന ശത്രുവിനെ വധിക്കുക, നിഗ്രഹിക്കുക എന്നൊരൊറ്റ ചിന്തയിലേക്ക് മാറ്റിയെടുക്കുന്നു ആ എഫക്റ്റീവായിട്ടുള്ള സെന്റർ അല്ലേ? ആരാണ്? ബാഹുബലി അവിടെ സെന്റർ, റിസീവർ ആ പറഞ്ഞ നമ്മുടെ ഭടന്മാരും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലൊരു ഓഡിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവത്തുള്ളൂ? അവിടെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടക്കത്തുള്ളൂ. ഓക്കെയാണ്. അപ്പോൾ ഉദാഹരണത്തിന് അവർക്ക് ഒപ്പീനിയൻസ് ഉണ്ടാകണം. ചുമ്മാതെ ഇരിക്കുന്ന ഓഡിയൻസ് ആണോ? അല്ല, അവന് ഒപ്പീനിയൻ വേണം, അഭിപ്രായം വേണം, അവന് ആറ്റിറ്റ്യൂഡ് വേണം, അവന് മുൻവിധികൾ ഉണ്ടാവും, അതുണ്ടാകണം. ഓക്കെ, അപ്പോൾ ഇതാണ് റിസീവർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓഡിയൻസ് എടുക്കുമ്പോൾ 2 തരത്തിലുണ്ടാകും. ഒന്നാണ് കൺട്രോൾഡ് ഓഡിയൻസ്. എന്താ കൺട്രോൾഡ് ഓഡിയൻസ്? നോട്ട് കൺട്രോൾ വെക്കണം, അങ്ങനെയല്ല. എന്താണ് കൺട്രോൾഡ് ഓഡിയൻസ്? ഈസ് വൺ വിച്ച് ഈസ് ഹെൽഡ് ടുഗദർ ബൈ എ കോമൺ ഇൻട്രസ്റ്റ്. ഇറ്റ് ഈസ് എ ഹോമോജിനസ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. എന്താണ്? കോമൺ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും, അവർക്കൊരു പൊതുവായിട്ടുള്ള ഇൻട്രസ്റ്റ്, താല്പര്യമുണ്ടായിരിക്കും. ഉദാഹരണത്തിന് CPIMന്റെ പാർട്ടി മീറ്റിംഗ് ആണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ പാർട്ടി മീറ്റിംഗ് അല്ല, അവർക്ക് അവരുടെ ഒരു ഇലക്ഷൻ മീറ്റിംഗ് ആണെന്ന് വിചാരിക്കാം. ഇലക്ഷൻ മീറ്റിംഗിൽ വന്നിരിക്കുന്ന ആൾക്കാർ മിക്കവാറും 99% ആരായിരിക്കും? CPIMകാരായിരിക്കും. അവരുടെ കോമൺ ഇൻട്രസ്റ്റ് എന്തായിരിക്കും? വരുന്ന ഇലക്ഷന് ഈ പറഞ്ഞ പാർട്ടി വിജയിക്കുക എന്നുള്ളതായിരിക്കും അല്ലേ? അപ്പോൾ അതൊരു കൺട്രോൾഡ് ഓഡിയൻസ് ആണ്. അവിടെ സംസാരിക്കുന്ന ഒരാൾക്ക് കുറച്ച് ലിവറേജുകളുണ്ട് അല്ലേ? എന്ത് പൊട്ടത്തരം വിളിച്ച് പറയാന്നല്ല, ചില പൊട്ടത്തരങ്ങൾ പറഞ്ഞാൽ അവർ കേട്ടില്ല എന്ന് അടിക്കും. പിന്നെ ഈ പൊട്ടത്തരങ്ങളൊക്കെ ആൾക്കാർ വീഡിയോയിലെടുത്തിട്ട് അവിടെ ഇവിടെ ട്രോളുമ്പോഴായിരിക്കും അത് പിന്നെ ഒരു തമാശാര് മാറുന്നത്. ഞാൻ പറഞ്ഞ കൺട്രോൾഡ് ഓഡിയൻസിനെ മുന്നേ സംസാരിക്കുന്ന ഒരു സെന്റർക്ക് അവരുടേതായ ലിവറേജ് ഉണ്ട്. അതാണ് കൺട്രോൾഡ് ഓഡിയൻസ്. അതാണ് പ്രത്യേകതയേ ഉള്ളൂ, കോമൺ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. എന്താ കോമൺ ഇൻട്രസ്റ്റ്? അവർക്കൊരു കോമൺ ആയിട്ട് അവർ വളരെ ഒതുങ്ങി ഇങ്ങനെ അയാളെ ശ്രമിച്ചുകൊണ്ടിരിക്കാൻ സാധ്യത ഉണ്ട്. ഇതാണ് കൺട്രോൾഡ് ഓഡിയൻസ്. അപ്പോൾ എന്താ അൺകൺട്രോൾഡ് ഓഡിയൻസ്? ഫ്രീ ഓഡിയൻസ് എന്ന് പറയും. ഫ്രീ ഓഡിയൻസ് ഈസ് വൺ വിച്ച് ഹാസ് ഗ്യാതേർഡ് ടുഗദർ ഫ്രം മോട്ടീവ്സ് ഓഫ് ക്യൂരിയോസിറ്റി. ഉദാഹരണത്തിന് ഞാൻ ഒരു ഫ്ലാഷ് മോബ് അവതരിപ്പിക്കുകയാണ്. നമ്മുടെ ഒരു ടീം, സഹകാരിയുടെ ഒരു ടീം നമുക്ക് തമ്പാനൂർ ഫ്ലാഷ് മോബ് അവതരിക്കാനായിരിക്കും. ഫ്ലാഷ് മോബ് എന്ന് നമുക്കറിയാമല്ലോ, പുതിയൊരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഫ്ലാഷ് മോബ്. അപ്പോൾ ഫ്ലാഷ് മോബ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു മോബിൻ്റെ ഒരു കൂട്ടത്തിൻ്റെ അറ്റൻഷൻ ക്രിയേറ്റ് ചെയ്യുക, അവരിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണ്. പെട്ടെന്ന് ഡാൻസ് ഒക്കെ കളിക്കുമ്പോഴത്തേക്കും ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കും, ഇത് എന്നാ സംഭവം നോക്കിക്കൊണ്ടിരിക്കും അല്ലേ? നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ടായിരിക്കും എന്താണ് സേവ് ചിൽഡ്രൻ എന്ന് പറഞ്ഞ് നമ്മളൊരു മെസ്സേജ് കൊടുത്ത്, അല്ലെങ്കിൽ എന്താ നോ ഡ്രഗ്സിനെതിരെ മെസ്സേജ് കൊടുത്തുകൊണ്ട് നമ്മളെ മോബ് അവസാനിപ്പിക്കും. അപ്പോൾ ദാറ്റ്സ് എ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലേ? അപ്പോൾ നോക്ക്, അവിടെ ഓഡിയൻസ് കൂടുന്നു. ദേ ഗ്യാതേർഡ് ടുഗദർ ഫ്രം മോട്ടീവ്സ് ഓഫ് ക്യൂരിയോസിറ്റി. ക്യൂരിയോസിറ്റി, എന്താണ് ഇതിനകത്ത് നടക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി ആ ക്യൂരിയോസിറ്റി കൊണ്ടാണ് അവർ ഒരുമിച്ച് കൂടുന്നത് അല്ലേ? ദിസ് ടൈപ്പ് ഓഫ് ഓഡിയൻസ് പോസസ് എ ചലഞ്ച് ടു ദ എബിലിറ്റി ഓഫ് ദി എഡ്യൂക്കേറ്റർ. എന്നോട് ആവശ്യപ്പെടുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ചില അധ്യാപക സംഘടനകളൊക്കെ ഉണ്ടല്ലോ, അധ്യാപക സംഘടനകൾ, അതുപോലെ അതായത് പാർട്ടിയാൽ മോട്ടീവായിട്ട് പ്രവർത്തിക്കുന്ന പല സംഘടനകളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ NGO സംഘടനകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സംഘടനകൾക്കെല്ലാം അവരുടേതായ സ്ഥാപിത ലക്ഷ്യങ്ങളുണ്ടായിരിക്കാം. ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു ഐഡിയോളജി സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അവർ തെരുവ് നാടകങ്ങൾ, അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ തെരുവിൽ ഒരാളും സംസാരിക്കുന്നു പറഞ്ഞില്ലേ, തെരുവിൽ ഒരാളും സംസാരിക്കുന്നു വയ്ക്കാം. തെരുവിൽ സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരാൾ വന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ കണ്ടതുപോലെ ഓഡിയൻസ് ഉണ്ടാകുന്ന ഒരു നിർബന്ധമില്ല. പക്ഷേ ഈ വന്ന് നിൽക്കുന്നവൻ പുലിയാണെന്നുണ്ടെങ്കിലോ, അവൻ പുലിയാണെന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും? അവൻ ഈ മൈക്കൊക്കെ എടുത്ത് വെച്ചിട്ട് 2 കഥയൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുന്ന 2-3 പേരുടെ ശ്രദ്ധ ആകർഷിച്ച് പിന്നെയും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അതായത് ആ മോബിനെ ഗ്യാദർ ചെയ്യിക്കാൻ ശേഷിയുള്ള ഒരുത്തം വന്നിരുന്നാൽ അവിടെ ഒരു അൺകൺട്രോൾഡ് ഓഡിയൻസിന് ജനറേറ്റ് ചെയ്യാൻ അവന് പറ്റും. മനസ്സിലായ? അങ്ങനെയും നമ്മൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരു അൺകൺട്രോൾഡ് ഓഡിയൻസിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അത് അവൻ്റെ കഴിവാണ്. ദിസ് ടൈപ്പ് ഓഫ് ഓഡിയൻസ് പോസസ് ചലഞ്ച് ടു ദ എബിലിറ്റി ഓഫ് എഡ്യൂക്കേറ്റർ. കണ്ടോ, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് ഇടതിനും വലതിനും എല്ലാ പാർട്ടിക്കാരും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എല്ലാ ഐഡിയയും പേർന്നുണ്ടായി. അവ എന്താണ്? ഈ എഡ്യൂക്കേറ്റർക്ക് ഒരു ചലഞ്ചാ.
മനസ്സിലായ? അവൻ ചിലപ്പോൾ ചോദ്യം ചോദിക്കും, എടോ താൻ എന്നാണോ ഈ പറയുന്നത്, ചോദ്യം ചോദിക്കും, ഒരു ചലഞ്ചാണ്. മനസ്സിലായി? ഇവിടെ അതുണ്ടാവണമെന്നില്ല, കൺട്രോൾ ഓഡിയൻസ് ഉണ്ടാവണമെന്നില്ല അല്ലേ? നോക്കാം. ദ മോർ ഹോമോജിനസ് ദ ഓഡിയൻസ് ഗ്രേറ്റർ ആർ ദ ചാൻസ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഹോമോജിനസ് ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടക്കാൻ സാധ്യതയുണ്ട്. അൺകൺട്രോൾഡ് ഓഡിയൻസ് ആണെന്നുണ്ടെങ്കിൽ സാധ്യത കുറവാണ്. കാരണം ഇടയ്ക്കിരുന്ന് പാഷാണത്തെ ക്രിമികൾ അലുമുണ്ടായിക്കൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇത്രയും മനസ്സിലാക്കി വയ്ക്കുക. ആരാ റിസീവർ? നോക്കാം. റിസീവർ എന്ന് പറയുമ്പോഴത്തേക്കും മെസ്സേജ് സ്വീകരിക്കുന്ന ആളല്ലേ. ഓൾ കമ്മ്യൂണിക്കേഷൻ മസ്റ്റ് ഹാവ് ആൻ ഓഡിയൻസ്. ഒരു ഓഡിയൻസ് ഉണ്ടായിരിക്കണം. ഓഡിയൻസ് ഇല്ലാത്ത കമ്മ്യൂണിക്കേഷൻ നോയ്സ് മാത്രമാണ്, അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ എന്താണ്, ഓഡിയൻസ് ആണ് എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷന് അർത്ഥതലങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അത് മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ കൺട്രോൾഡ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺട്രോൾ ഓഡിയൻസ് ഇത്രയേ ഉള്ളൂ, ഹോമോജിനസ് ഗ്രൂപ്പാണ് അല്ലേ. കാരണം എന്താണ്, അവർക്കൊരു കോമൺ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. ഈ പറഞ്ഞ കൺട്രോൾ ഓഡിയൻസ് ഉണ്ട്. ഞാൻ ഇതൊക്കെ പറഞ്ഞതെന്നറിയാം, ഇതൊക്കെ ചോദ്യം ചോദിക്കാം. മനസ്സിലായ? ഇതിനകത്ത് നിങ്ങൾക്ക് പ്രസ്താവന ചോദ്യങ്ങൾ വരും. ഞാൻ എങ്ങനെയൊന്ന് പറഞ്ഞുതരാം. കോമൺ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. കൺട്രോൾ ഓഡിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തമായിട്ടുള്ള ഒരു നല്ല എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സാധ്യമാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇനി അൺകൺട്രോൾഡ് ഓഡിയൻസ് അല്ലെങ്കിൽ ഫ്രീ ഓഡിയൻസ് പറഞ്ഞ ഓൺ വിച്ച് ഗ്യാതേർഡ് ടുഗദർ ഫ്രം മോട്ടീവ്സ് ഓഫ് ക്യൂരിയോസിറ്റി. ക്യൂരിയോസിറ്റിയിൽ നിന്ന് അവരുണ്ടായെന്നൊരു കൂട്ടമാണ് എന്ത്, അൺകൺട്രോൾഡ് ഓഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ നമുക്ക് ആർക്ക്, സെൻഡർക്ക് ഒരു ചലഞ്ച് തരാൻ സാധ്യതയുണ്ട്. അതുപോലെ അവിടെ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടക്കാനുള്ള സാധ്യത താരതമ്യേന കുറവാണ് താനും. ഇതൊക്കെ വെച്ചുകൊണ്ട് അവൻ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടത്തിയാൽ അവൻ കിടുവാണെന്ന് ആ സെൻഡറിനെ കുറിച്ച് ഞാൻ പറയും. ഓക്കെ അല്ലേടാ? ഇനി എന്താണ് മെസ്സേജ്? മെസ്സേജ് എന്ന് പറയുന്ന സാധനം എന്താ? മെസ്സേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെസ്സേജ് ഈസ് ദി ഇൻഫോർമേഷൻ ഓർ ടെക്നിക്കൽ നോ ഹൗ. ഇതായിരുന്നു കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ. എന്താണ് ടെക്നിക്ക്? താഴെ ടെക്നിക്കൽ നോ ഹൗ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ടെക്നിക്കൽ നോ ഹൗ. മെസ്സേജ് ഈസ് ദ ഇൻഫോർമേഷൻ, നമ്മൾ പാസ് ചെയ്യുന്ന ഇൻഫോർമേഷൻ അല്ലേ. അതായത് എന്താണോ നമ്മൾ കൊടുക്കുന്നത് അതാണ് ആ ടെക്നിക്കൽ നോ ഹൗ എന്ന് പറയുന്നത്. വിച്ച് ദ കമ്മ്യൂണിക്കേറ്റർ ട്രാൻസ്മിറ്റ്സ് ടു ദ ഓഡിയൻസ് ടു റിസീവ്. അവർ റിസീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന സാധനത്തെ മെസ്സേജ് എന്ന് വിളിക്കാം. അതുപോലെ അണ്ടർസ്റ്റാൻഡ്, അക്സെപ്റ്റ് ആൻഡ് ആക്ട് അപ്പോൺ. അതായത് ഇവർക്ക് എന്തിനു വേണ്ടിയിട്ട് അവർ റിസീവ് ചെയ്യാൻ, മനസ്സിലാക്കാൻ, അതുപോലെ എന്താണ് അക്സെപ്റ്റ് ചെയ്യാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ടെക്നിക്കൽ നോ ഹൗ ആണ് നമ്മുടെ മെസ്സേജ്. നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടതായിരിക്കണം. നമ്മൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കോവിഡിന് ശേഷമുള്ള ഒരു ഇലക്ഷൻ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അത് നമ്മുടെ അസംബ്ലി ഇലക്ഷൻ ആണെന്ന് തോന്നുന്നു. അതെ, ആ സമയത്ത് എനിക്ക് ഇലക്ഷൻ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഇലക്ഷൻ ഡ്യൂട്ടി ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് കോവിഡിനെ എങ്ങനെ പ്രതിരോധിക്കാം, അല്ലെങ്കിൽ കോവിഡ് ഉള്ള സമയത്ത് നമുക്ക് എങ്ങനെ ഇലക്ഷൻ നടത്താം എന്നുള്ളതിനെക്കുറിച്ചൊരു ആദ്യ ക്ലാസ് ഉണ്ടായിരുന്നു. അവിടെ HI ആണെന്ന് വന്നത്, HI ഡോക്ടറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നമുക്കിത് പറഞ്ഞു തരും. മനസ്സിലായില്ലേ? അവരെങ്ങനെ കയ്യുറ എങ്ങനെ ഉപയോഗിക്കും, കയ്യുറ നമ്മുടെ ഗ്ലൗ എങ്ങനെ ഉപയോഗിക്കാം, ഗ്ലൗ എങ്ങനെ ഊരണം, അതുപോലെ നമുക്ക് ഉറപ്പായിട്ടും ഈ PPE കിറ്റ് എങ്ങനെയാണ് ധരിക്കേണ്ടത്, അതുപോലെ PPE കിറ്റ് എങ്ങനെ തിരിച്ചഴിക്കണം, എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് അവരുടെ മെസ്സേജ്. ആ ടെക്നിക്കൽ നോ ഹൗ, എങ്ങനെയാണ് ഈ ടെക്നിക്ക് ഉപയോഗിക്കുക എന്നുള്ളത്, അതാണ് അവർക്ക് നമുക്ക് തരാനുള്ള മെസ്സേജ്. അപ്പോൾ എന്താ? മെസ്സേജ് ഈസ് ആൻ ഇൻഫർമേഷൻ ഓർ ടെക്നിക്കൽ നോ ഹൗ വിച്ച് ദ കമ്മ്യൂണിക്കേറ്റ് ട്രാൻസ്മിറ്റ്സ് ടു ഹിസ് ഓഡിയൻസ് ടു റിസീവ്. നമ്മളതിനെ കേൾക്കണം, റിസീവ് ചെയ്യണം, അതിനെക്കുറിച്ച് മനസ്സിലാക്കണം അല്ലേ. നമ്മൾ കേട്ടാൽ മാത്രം അതിനെക്കുറിച്ച് മനസ്സിലാക്കണം, അക്സെപ്റ്റ് ചെയ്യണം. എന്താണ് ഗ്ലൗ ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ ഉപയോഗിക്കണം അല്ലേ. അത് ഉപയോഗിക്കാനുള്ള തീരുമാനം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അല്ലാതെ ഇത് കേട്ടുകൊണ്ടില്ല എനിക്ക് ഗ്ലൗ ഒന്നും നമ്മൾ കണ്ടുപോയി കാര്യമുണ്ടോ? ഇല്ല. ആൻഡ് ആക്ട് അപ്പോൺ അല്ലേ, നമ്മൾ അനുസരിച്ച് പ്രവർത്തിക്കണം. അത്രയും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവർ നമുക്ക് തരുന്ന ടെക്നിക്കൽ നോ ഹൗ എന്ന് വിളിക്കുക, മെസ്സേജ് എന്ന് വിളിക്കാം. ഇറ്റ് മേ ബി ഇൻ ദ ഫോം ഓഫ് വേർഡ്സ് ആയിരിക്കാം, ചിലപ്പോൾ വാക്കുകൾ ഉണ്ടായിരിക്കാം. അവരെന്ത് തരിക, നമുക്ക് ഈ പറഞ്ഞ മെസ്സേജ് തരിക. ചിലപ്പോൾ പിക്ചർ വെച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചിഹ്നങ്ങൾ വെച്ചിട്ടായിരിക്കാം. മനസ്സിലായോ? പല തരത്തിൽ ഈ പറഞ്ഞ മെസ്സേജ് നമുക്ക് തരാം. നമ്മൾ ആശുപത്രി ചെല്ലുമ്പോഴത്തേക്കും തുമ്മുമ്പോൾ തൂവാല കൊണ്ട് പൊത്തിപ്പിടിക്കുന്ന ഒരു ചിത്രം പല സ്ഥലങ്ങളും വെച്ചിട്ടുണ്ടാവും അല്ലേ. അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മളെ ശ്രദ്ധിക്കുക. ഒരു പിക്ചറിൻ്റെ രൂപത്തിലാവും മെസ്സേജ് വരുന്നേ അല്ലേ. അതേപോലെ നമ്മൾ ഒരു ലിഫ്റ്റിൻ്റെ അടുത്ത് ഇരിക്കുമ്പോഴത്തേക്കും തൊട്ടടുത്ത് സ്റ്റെയർ ഉണ്ടായിരിക്കും. അവിടെ സ്റ്റെയറിൽ കൂടെ കയറി പോകുന്ന ഒരാൾ ഹെൽത്തി ഹാർട്ട് കാണിക്കുന്ന ഒരു പടം ഉണ്ടായിരിക്കും. അത് കാണുമ്പോഴത്തേക്കും കുറച്ചെങ്കിലും എക്സർഷൻ ആയിക്കോട്ടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിലൂടെ കയറാൻ സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? അതും എന്താണ്, സം മെസ്സേജ്. ഒരു സെൻറ്റർ അവിടെ ഒട്ടിച്ചു വെച്ച് നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ റിസീവ് ചെയ്യുന്നു, നമ്മൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നു. അപ്പോൾ എങ്ങനെ, ചിലപ്പോൾ വാക്ക് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പിക്ചർ കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ചിഹ്നങ്ങൾ കൊണ്ടായിരിക്കാം. ഇതെങ്ങനെയൊക്കെ ആയിരിക്കാം അല്ലേ. ഇനി നോക്കാം. ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ മേ ഫെയിൽ ഇൻ മെനി കേസസ് ഇഫ് ഇറ്റ്സ് മെസ്സേജ് ഈസ് നോട്ട് അഡ്യൂക്കേറ്റ്. അത് ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, വേറെ ഏത് കമ്മ്യൂണിക്കേഷനിലും മെസ്സേജ് ആഡിക്വേറ്റ് അല്ല എന്നുണ്ടെങ്കിൽ പണി പാളിപ്പോവാൻ സാധ്യത ഉണ്ട്. ഓക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അത് എന്ത് എക്സാമ്പിൾ വേണം നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്ക്. ഇത്ര മനസ്സിലാക്കിയാൽ മതി. നമുക്ക് ഏതെങ്കിലും ഒരു മെസ്സേജ് എഴുതി വെച്ചിരുന്നു, ആ മെസ്സേജ് എഴുതി വെച്ചുകഴിയുമ്പോൾ അത്രയ്ക്ക് ആവശ്യത്തിന് ഇല്ല, അപ്പോഴത്തേക്ക് അത് ഫെയിലായി പോകും. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ. ഇനി ഒരു ഗുഡ് മെസ്സേജ് ആകുമ്പോഴത്തേക്കും എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത്.
ഞാൻ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്, ഞാൻ നിങ്ങൾക്ക് തരുന്ന ടെക്നിക്കൽ നോഹൗ, അതായത് അതെന്താണ്, ഈ പരീക്ഷ എങ്ങനെ എഴുതണം എന്നുള്ളതിനെക്കുറിച്ചും എങ്ങനെ പഠിക്കുന്നതിനെ കുറിച്ചുമാണ്. ഞാൻ പറയും നിങ്ങളുടെ ചാർട്ട് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ പഠിക്കൂ. അത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറിപ്പോകുന്ന ഫാക്റ്റുകൾ ഞാൻ എളുപ്പത്തിന് ഓർത്ത് വയ്ക്കാൻ പറ്റും. ദാറ്റ് ഈസ് എ ടെക്നിക്കൽ നോഹൗ ദാറ്റ് ഐ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് യു, അല്ലേ? ആണ് സംശയമൊന്നുമില്ലല്ലോ. അതൊന്നാ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ റിസീവ് ചെയ്യും, അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കും, അക്സെപ്റ്റ് ചെയ്യും, ചെയ്യാതിരിക്കാം, ആക്ട് അപ്പോൺ. ഓക്കെ, അത്രയാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അങ്ങനെയുള്ള ആ ഒരു ഗുഡ് മെസ്സേജ് മസ്റ്റ് ബി ഇൻ ലൈൻ വിത്ത് ദ ഒബ്ജക്റ്റീവ്സ്. എനിക്ക് നിങ്ങളെ പഠിപ്പിക്കണം, അതാണ് എൻ്റെ ഒബ്ജക്റ്റീവ്. യെസ്, ദാറ്റ്സ് ഇസ് എ ഇൻ ലൈൻ വിത്ത് ദ ഒബ്ജക്റ്റീവ്. ഞാൻ നിങ്ങളെ ചാർട്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത് ഇൻ ലൈൻ വിത്ത് ദ ഒബ്ജക്റ്റീവ് ആണല്ലോ, പഠിപ്പിക്കാൻ വേണ്ടിയല്ലേ പറഞ്ഞത്. അതുപോലെ മീനിങ് ഫുൾ. ചുമ്മാ ചാർട്ടൊക്കെ ഉണ്ടാക്കി വെച്ചാൽ വല്ലതും പഠിക്കാൻ പറ്റുമോ സാറേ എന്ന് ചോദിച്ചാൽ അങ്ങനെ ചോദിക്കുന്നുണ്ടാവും. ഇത്രയും സമയം ഉണ്ടാക്കിയിട്ട് ഞാൻ ചാർട്ട് പ്രിപ്പയർ വയ്ക്കുന്നു, ആ സമയത്ത് 10 അക്ഷരം ഞാൻ വായിക്കും. ഡസ് ഇറ്റ് സൗണ്ട് മീനിങ് ആയിട്ട് തോന്നുന്നുണ്ടോ? അത് മനസ്സിലാക്കുന്നവൻ, അതിൻ്റെ ഇമ്പാക്റ്റ് മനസ്സിലാക്കുന്നവൻ അത് മീനിങ് ഫുള്ളായിട്ട് തോന്നും. എന്താ കാര്യം? ഒരു വിഷ്വൽ എയ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മൾ കാണാതെ പഠിക്കുന്നതിനേക്കാളും അതുപോലെ നമ്മൾ എഴുതി പഠിക്കുന്നതിനേക്കാളും വായിച്ച് വെറുതെ സമയം കളയുന്നതിനേക്കാളും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് വിഷ്വൽ എയ്ഡ് എന്ന് പറയുന്നത്. സോ ദാറ്റ് സൗണ്ട്സ് മീനിങ് ഫുൾ. ഞാൻ നിങ്ങളുടെ പറഞ്ഞ കാര്യം അത് മീനിങ് ഫുൾ ആണ്. ബേസ്ഡ് ഓൺ ഫെൽറ്റ് നീഡ്സ്, അല്ലേ? നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടായിരിക്കണം. നിങ്ങളുടെ ആവശ്യം എന്താ? മറക്കാതിരിക്കുക. അതൊരാവശ്യമാണ്. അപ്പോൾ മറക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ എന്ത് പറഞ്ഞത്? നിങ്ങളുടെ ഫെൽറ്റ് നീഡ് എന്താ? മറക്കാതിരിക്കുക, പഠിച്ച കാര്യം മറക്കാതിരിക്കുക. ഈ കാര്യം ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾ മറക്കില്ല. ബേസ്ഡ് ഓൺ ഫെൽറ്റ് നീഡ്, കറക്റ്റാണ്. അതുപോലെ ക്ലിയർ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ. ഞാൻ വന്നിരുന്നിട്ട് ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്യാം, അതുപോലെ വിഷ്വൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാം, അതുപോലെ എന്താണ് ഇത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഈ വിഷ്വൽ എയ്ഡിനെ കുറിച്ച് കൂടുതൽ പ്രസംഗിച്ചിട്ടുള്ള കാര്യമുണ്ടോ? ഇല്ല. ഇങ്ങനെ ചെയ്താൽ പരീക്ഷയ്ക്ക് കയറി ഇരിക്കുമ്പോഴത്തേക്ക് ആ കളർ വെച്ചെങ്കിൽ നമുക്കൊരു ഓർമ്മ കിട്ടും. മക്കളെ, ഇത്ര മതി. ക്ലിയർ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ. ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ വരച്ച് കാണിച്ചു തരണം. നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ടുന്ന ചാർട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരണം. അതിനെക്കുറിച്ച് ഞാൻ ക്ലിയർ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ, സ്പെസിഫിക് ആൻഡ് ആക്യുറേറ്റ്, അല്ലേ? എന്ത് കൃത്യമായിട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരണം. എന്ത് ചെയ്യണമെന്ന് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ പോരാ, കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ആക്യുറേറ്റ് ആയിട്ട് പറഞ്ഞു തരണം. അതുപോലെ ടൈമിലി ആൻഡ് അഡ്വക്കേറ്റ്. പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ പോലെ കാര്യമുണ്ടാ, പരീക്ഷയ്ക്ക് മുന്നേ തരണ്ടേ? ടൈമിലി തരണം, അല്ലേ? അതുപോലെ ഫിറ്റിംഗ് ദ ഓഡിയൻസിൽ ഫിറ്റ് ചെയ്യുന്ന കാര്യമായിരിക്കണം ഐഡിയ ആയിരിക്കാൻ നിങ്ങൾക്ക് തരേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എൻ്റെ യാതൊരു ആവശ്യമില്ലെന്ന് വെച്ചോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മുന്നത്തെ ഇപ്പോൾ ഞാൻ തരുന്ന നിങ്ങളെ പഠിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു എസ് എഴുതാൻ പഠിപ്പിക്കുന്നത് വെച്ചോ, എസ് എഴുതുന്നത് എങ്ങനെ നിങ്ങൾക്ക് എൻ്റെ ആവശ്യമുണ്ടോ? ഇപ്പം ഇല്ല. ദാറ്റ് ഡസൻറ്റ് ഫിറ്റ് ദ ഓഡിയൻസ്. നൗ യു ആർ പ്രിപ്പയറിംഗ് ഫോർ ദ ഹെൽത്ത് ഇൻസ്പെക്ടർ PSC എക്സാമിനേഷൻ. സോ യു ഡോണ്ട് നീഡ് ടു റൈറ്റ് എനി essays അറ്റ് ഓൾ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഐഡിയ എസ് എഴുതിനെ കുറിച്ച് ആകരുത്, MCQനെ കുറിച്ചും സ്റ്റേറ്റ്മെന്റ് പ്രസ്താവന ചോദ്യങ്ങളെ കുറിച്ചും ആവണം, അല്ലേ? അതിനെങ്ങനെ മാർക്ക് മേടിക്കാം എന്നതിനെ കുറിച്ചാണ്. ദാറ്റ് മസ്റ്റ് ഫിറ്റ് ദ ഓഡിയൻസ്. അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് കേട്ടിട്ട് ഇത് എന്തിട്ട് സാധനം ബോറടിക്കാൻ പാടില്ല, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. അതുപോലെ കൾച്ചറലി ആൻഡ് സോഷ്യലി അപ്രോപ്രിയേറ്റ്. ചിലർ ചില കോഡൊക്കെ പറഞ്ഞു കൊടുക്കും, അത് കൾച്ചറലി അത്ര അപ്രോപ്രിയേറ്റ് ആവണം നിർബന്ധമില്ല. കേരള PSCക്ക് വേണ്ടി പഠിക്കുന്ന ആൾക്കാർക്ക് അറിയാമായിരിക്കും. കാര്യം എന്താ, നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മിച്ചിരിക്കുന്ന വൃത്തികേടുകളാണ്. മനസ്സിലായില്ലേ? ചിലപ്പോൾ ഡിക്ഷണറി ഇല്ലാത്ത പല കാര്യങ്ങളും നമ്മൾ തമാശയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ ദേഷ്യം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ കൂട്ടുകാരോടൊക്കെ ചിലപ്പോൾ സംസാരിക്കാറുണ്ട് ചില സാഹചര്യങ്ങളിൽ. അതൊന്നും കൾച്ചറലി ആൻഡ് സോഷ്യലി അത്ര അപ്രോപ്രിയേറ്റ് കാര്യങ്ങളല്ല. പക്ഷേ PSCക്ക് പഠിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഓർമ്മ നിൽക്കുമല്ലോ സാറേ, ഞാൻ അതുകൊണ്ട് ഇങ്ങനൊരു കോഡ് ഉണ്ടാക്കി എന്നൊക്കെ വന്ന് പറയാൻ പിള്ളേരുണ്ട്. അതെനിക്ക് നിങ്ങൾ പറയാൻ പറ്റുമോ? ഇല്ല. കൾച്ചറലി ആൻഡ് സോഷ്യലി അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. അപ്പോൾ ഒരു മെസ്സേജ് എങ്ങനെയൊക്കെ ആയിരിക്കണോടാ? ഇൻ ലൈൻ വിത്ത് ദി ഒബ്ജക്റ്റീവ്സ്, നമ്മുടെ ലക്ഷ്യത്തിൻ്റെ ആ ലൈനിൽ പെട്ടുന്നതായിരിക്കണം. അതുപോലെ മീനിങ് ഫുൾ, അർത്ഥപൂർണ്ണമായിരിക്കണം. ബേസ്ഡ് ഓൺ ഫെൽറ്റ് നീഡ്സ്, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മെസ്സേജ് ആയിരിക്കും തരേണ്ടത്. അതുപോലെ ക്ലിയർ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ, കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം, വേഗിനെസ് ഉണ്ടാകരുത്. അതുപോലെ സ്പെസിഫിക് ആൻഡ് ആക്യുറേറ്റ് ആയിരിക്കണം. അതുപോലെ ടൈംലി ആൻഡ് അഡ്വക്കേറ്റ് ആയിരിക്കണം. ഫിറ്റിംഗ് ദ ഓഡിയൻസിന് അത് ആ ഒരു ഐഡിയ ഫിറ്റ് ആവണം. അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. കൾച്ചറലി ആൻഡ് സോഷ്യലി അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. നിങ്ങളത് കാണാതെ പഠിച്ചു വയ്ക്കേണ്ട, ഇത് കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. ഗുഡ് മെസ്സേജ് മസ്റ്റ് നോട്ട് ബി എന്ന് പറഞ്ഞാൽ ഇതുവരെ യാതൊരു ബന്ധമില്ലാത്ത ഓപ്ഷൻ ആയിരിക്കും അതുണ്ടാവുക. അപ്പോൾ അത് സിമ്പിളായിട്ട് കിട്ടും. ഇത് കാണാതെ പഠിച്ചു വയ്ക്കേണ്ട. ഓക്കെ ഇത് നോക്കാം. ട്രാൻസ്മിറ്റിംഗ് ദ റൈറ്റ് മെസ്സേജ് ടു റൈറ്റ് പീപ്പിൾ അറ്റ് ദ റൈറ്റ് ടൈം ഈസ് എ ക്രൂഷ്യൽ ഫാക്ടർ ഇൻ സക്സസ്ഫുൾ കമ്മ്യൂണിക്കേഷൻ. എന്താണ് ട്രാൻസ്മിറ്റിംഗ് ദ റൈറ്റ് മെസ്സേജ്? ശരിയായ മെസ്സേജ് കൊടുക്കണം. ടു റൈറ്റ് പീപ്പിൾ, കൃത്യമായിട്ട് കൊടുക്കേണ്ടുന്ന ആൾക്കാർ കൊടുക്കണം. അറ്റ് റൈറ്റ് ടൈം, ശരിയായ ആൾക്കാർക്ക് ശരിയായ മെസ്സേജ് ശരിയായി കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം, അല്ലേ? കൊടുക്കേണ്ട സാധനം കൊടുക്കേണ്ട ആൾക്കാർ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ സക്സസ്ഫുൾ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവത്തുള്ളൂ കേട്ടോ മക്കളെ. ഓക്കെ അല്ലേടാ?
ഓക്കെ, ഇനി നമുക്ക് ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നോക്കാം. ഒന്നെന്താണ്? ഒന്ന് സെൻഡർ എലമെന്റ്സാ പറയുന്നേ. ഒന്നാമത്തെ എലമെന്റ് സെൻഡർ, രണ്ടാമത്തെ എലമെന്റ് റിസീവർ, മൂന്നാമത്തെ എലമെന്റ് മെസ്സേജ്, നാലാമത്തെ എലമെന്റ് ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ചാനൽസ് നോക്കാം. ബൈ ചാനൽ ഈസ് ഇംപ്ലൈഡ് ദ ഫിസിക്കൽ ബ്രിഡ്ജസ് ഓർ ദ മീഡിയ ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ സെൻഡർ ആൻഡ് റിസീവർ. നോക്കാം, ചാനൽ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഫിസിക്കൽ ബ്രിഡ്ജസ്, അതായത് നമ്മളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം അല്ലേ? ഓർ ദ മീഡിയ ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ സെൻഡർ ആൻഡ് റിസീവർ. ചിലപ്പോൾ ഞാൻ സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ ശബ്ദമായിരിക്കും, നിങ്ങൾ റേഡിയോയിൽ കേൾക്കണമെങ്കിൽ ശബ്ദമായിരിക്കും ആ ഫിസിക്കൽ ബ്രിഡ്ജ് അല്ലേ? അല്ലേടാ? അല്ലെങ്കിൽ ആ മീഡിയ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇതാണ് എന്ത് ചാനൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കാം, ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഒന്ന്. രണ്ട്, മാസ് മീഡിയ. മാസ് മീഡിയ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാം വരും അല്ലേ? മൂന്ന്, ട്രഡീഷണൽ ഓർ ഫോക്ക് മീഡിയ. ഇതാണ് സംഭവം. നമ്മുടെ പൊതുവെയുള്ള കമ്മ്യൂണിക്കേഷൻ ചാനലുകളെല്ലാം ബ്രോഡായിട്ട് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന്, ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത് നിങ്ങൾ യൂട്യൂബിലെടുത്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണോ മാസ് മീഡിയ ആണോ എന്ന് സംശയം ഉണ്ടാവും. കാര്യം എന്താ? നമ്മൾ മാസ് മീഡിയയിലും കാണുന്ന ഇതുപോലെ ക്ലാസ്സുകളും അതുപോലെ സംഭവങ്ങളൊക്കെയാണ്. പക്ഷേ ഇതിന് നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ വേണമെങ്കിൽ പറയാം. കാര്യം എന്താ? നിങ്ങൾ ആപ്പിൽ ക്ലാസ് കാണുന്നു, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ക്ലാസ് കണ്ടതിന് ശേഷം എന്നെ വിളിക്കാനുള്ള അവസരമുണ്ട്. എൻ്റെ നമ്പർ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് കമൻറ്റ് രേഖപ്പെടുത്താൻ അവസരമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കോർഡിനേറ്ററോട് പറയാം, ഇന്ന കാര്യത്തിൽ സംശയം ഉണ്ടെന്നുള്ളതിനും പറയാം അല്ലേ? സോ ദാറ്റ്സ് എ കൈൻഡ് ഓഫ് ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ രണ്ട് പേർക്കിടയിൽ. പിന്നെ ഒരു സാറ് ഒന്ന് ക്ലാസ് എടുക്കുന്നു, ഓഫ് കോഴ്സ് അത് ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. കാരണം നിങ്ങൾ പലപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള ബോധവൽക്കരണ ക്ലാസ്സൊക്കെ എടുക്കാൻ പോകേണ്ടത് ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അവിടെ ചെയ്യേണ്ടി വരുന്നത് കേട്ടോ. അടുത്തത് മാസ് മീഡിയ. മാസ് മീഡിയ എന്ന് പറയുമ്പോൾ എന്നതാ? ന്യൂസ് വരും അല്ലേ? പത്രവാർത്തകൾ വരും, മൊബൈലിൽ വരുന്ന മറ്റ് നോട്ടിഫിക്കേഷൻ ന്യൂസ് കാര്യങ്ങൾ വരും, അതുപോലെ എന്ത് റേഡിയോ വരും, ടെലിവിഷൻ വരും അല്ലേ? ഈ കാര്യങ്ങളെല്ലാം വരും. ഇതൊക്കെയാണ് എന്ത് വരുന്നത്? മാസ് മീഡിയ എന്ന് പറയുന്നത്. മാസ് മീഡിയ മാസ് മീഡിയ മാസ് മീഡിയ എന്ന് പറയുമ്പോഴത്തേക്കും മീഡിയ, നമ്മുടെ മീഡിയ, അതിന് മാധ്യമങ്ങൾ. ഓക്കെ, അതുപോലെ പിന്നെ വരുന്നത് ട്രഡീഷണൽ ഓർ ഫോക്ക് മീഡിയ. എന്താ ട്രഡീഷണൽ മീഡിയ എന്ന് പറയുമ്പോഴത്തേക്ക് എന്നതാ? നമുക്ക് അയൽക്കൂട്ടമാണോ ട്രഡീഷണൽ മീഡിയ? അയൽക്കൂട്ടം ഈസ് ആൾസോ ട്രഡീഷണൽ മീഡിയ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അവിടെ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇതെന്താണ്? ഇതൊരു പാവക്കൂത്താണ് ഇവിടെ കാണുന്നത് അല്ലേ? പാവക്കൂത്ത്. പാവക്കൂത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സ്ഥലത്ത് നിലനിൽക്കുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള കലാരൂപമാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് ഹെൽത്ത് എഡ്യൂക്കേഷന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരു സ്ഥലത്ത്, വളരെ റിമോട്ടായ ഒരു സ്ഥലത്ത്, അവിടെ വാക്സിനേഷൻ ഇല്ല, അല്ലെങ്കിൽ വാക്സിനേഷൻ വരുന്ന ആൾക്കാർ അടുപ്പിക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള സ്ഥലം എന്ന് വെച്ചോ സപ്പോസ്. അല്ലെങ്കിൽ അവർക്കൊന്നും ലിറ്ററസി വളരെ കുറവാണ്, എഴുത്തും വായനയും കുറവാണ്, പത്രവാർത്തയൊന്നും അറിയത്തില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യമാണ് അവരെ സംബന്ധിച്ച് അവരുടെ ഒരു കലാരൂപം. നമ്മളെ സംബന്ധിച്ച് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കലാരൂപങ്ങൾ ഏതൊക്കെയാടാ? നാടകങ്ങളൊക്കെ പണ്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കലാരൂപങ്ങളായിരുന്നു അല്ലേ? ഇല്ലടാ? അപ്പോൾ നാടകങ്ങളിലൂടെ ഒരുപാട് രാഷ്ട്രീയം വളർന്നിട്ടുണ്ട് പണ്ട് കാലത്ത് കേരളത്തിലൊക്കെ. ചില പ്രശസ്തമായിട്ടുള്ള സമിതികളൊക്കെ ഉണ്ടായിരുന്നു കൊല്ലത്തൊക്കെ. അപ്പോൾ ആ സമിതികളൊക്കെ കളിച്ച പല പല നാടകങ്ങളും പല പല കൃതികളെക്കുറിച്ചൊക്കെ അവർ നാടകങ്ങളൊക്കെ ഉണ്ടാക്കി കളിച്ചതുകൊണ്ട് കുറേ രാഷ്ട്രീയമായിട്ടുള്ള, രാഷ്ട്രീയം മാത്രമല്ല നവോത്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ജനങ്ങളിൽ ഉണ്ടായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാം അങ്ങനെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ പറഞ്ഞ ട്രഡീഷണൽ മീഡിയക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ്, പ്രത്യേകിച്ച് ഹെൽത്ത് എഡ്യൂക്കേഷനിൽ. അത് ഏതൊക്കെയാണെന്നുള്ള വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഏതൊക്കെയാണ് എവിടെയൊക്കെയാണ്. പ്രത്യേകിച്ച് ഇപ്പം ഞാൻ ഒറ്റ കാര്യം, ഈ പറഞ്ഞ പാവക്കൂത്തിൽ നിങ്ങൾ മറ്റേ അയോഡിൻ്റെ പരസ്യം കണ്ടിട്ടില്ലേ? രാജാവ് അറിഞ്ഞു അയോഡിൻ്റെ കുറവ്, പ്രജകൾക്ക് കൊടുത്തു അയോഡേറ്റ്സ് ഉപ്പ് എന്നുള്ള സംഭവമില്ലേ? സംഭവം അതൊരു പരസ്യമാണ്. പക്ഷേ അയോഡിന് കലർന്ന ഉപ്പ് കഴിച്ചില്ലെങ്കിൽ എന്തുണ്ടാവും? ബുദ്ധിമാന്യം ഉണ്ടാവും എന്നൊക്കെ ഉള്ളൊരു മെസ്സേജ് തരാൻ പറ്റിയില്ലേടാ? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്റർപേഴ്സണൽ നോക്കാം. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നോക്കാം. ദ മോസ്റ്റ് കോമൺ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇസ് ദ ഇന്റർപേഴ്സണൽ ഓർ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ. വേണമെങ്കിൽ ചോദിക്കാം, മോസ്റ്റ് കോമൺ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അതിന്റെ ഉത്തരവാണ് കേട്ടോ. എന്താണ് മോസ്റ്റ് കോമൺ ചാനൽ ഫോർ കമ്മ്യൂണിക്കേഷൻ? എന്താണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അതിന് മറ്റൊരു പേരുണ്ട്, എന്താണ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതൊരു ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ അല്ല. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ അല്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇന്റർപേഴ്സണൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. യൂട്യൂബ് ക്ലാസ് ഫേസ് ടു ഫേസ് വരുന്നില്ല. ഓക്കെ ഫൈൻ. അപ്പോൾ എന്താണ്, ഒരു പക്ഷേ ക്ലാസ്സിൽ സാറൊന്ന് പഠിപ്പിക്കുന്നു, അത് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആണ്. നിങ്ങൾ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്നു, എവിടെ? നിങ്ങളൊരു വായനശാല, ഗ്രന്ഥശാലയിൽ ക്ലാസ് എടുക്കാം, അതൊരു ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആണ്, അതൊരു ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അതുപോലെ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ പർട്ടിക്കുലർലി ഇമ്പോർട്ടൻറ്റ് ഇൻ ഇൻഫ്ലുവൻസിംഗ് ഡിസിഷൻസ് ഓഫ് ദ അൺഡിസൈഡഡ് പേഴ്സൺസ്. സിമ്പിൾ.
ഒന്നുകൂടെ നോക്കാം. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഈസ് പെർട്ടിക്കുലർലി ഇമ്പോർട്ടന്റ് ഇൻ ഇൻഫ്ലുവൻസിങ് ദ ഡിസിഷൻസ് ഓഫ് ദി അൺഡിസൈഡഡ് പേഴ്സൺസ്. ഈ കുട്ടി PSC എഴുതാൻ തയ്യാറല്ല, അവള് തീരുമാനിച്ചിട്ടില്ല PSC എഴുതുന്നതിനെ കുറിച്ച്. ആ കുട്ടിയുടെ ബ്ലോണ്ട് ഹെയർ ആണല്ലേ, അവർക്ക് PSC ഒന്നുമില്ല. ഓക്കെ, നമ്മുടെ നാട്ടിലുള്ള കുട്ടിയാണെന്ന് വിചാരിക്കാം. അവൾ PSC എഴുതുന്നതിനെ കുറിച്ച് തീരുമാനിച്ചില്ല. അവൾ വിചാരിക്കുന്നത് ജർമ്മനി പോകണോ അതോ HIയുടെ PSC എഴുതണോ, ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ഷി ഹാസ് നോട്ട് എറ്റ് ഡിസൈഡഡ്. അപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് വരികയാണ്. എൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്കും എനിക്കൊരു ലക്ഷ്യമുണ്ട്, ഈ കുട്ടി കൊണ്ട് PSC എഴുതിക്കണം. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ജർമ്മനി ഒരുപക്ഷെ പല കാരണം എനിക്ക് പല റീസൺ ഉണ്ടായിരിക്കാം. ഇവിടെ ആ കുട്ടി എന്നാൽ എനിക്ക് ആ കുട്ടി കല്യാണം കഴിക്കാം, ഇതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ. അപ്പം ഞാൻ ആ കുട്ടിയോട് പറയുകയാണ് അതുപോലെ, എന്താണ് എടാ മോനെ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്താൽ ഇന്നുള്ള ഗുണങ്ങളുണ്ട്, ഈ ജോലിക്ക് ഇതിനുള്ള സാധ്യതകളുണ്ട്, അതുപോലെ നമ്മുടെ നാട്ടിൽ നിന്നാൽ ഇന്ന ഗുണങ്ങളുണ്ട്, മറ്റടുത്ത് പോയി ഇന്ന ദോഷങ്ങളുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഓക്കെ എങ്കിൽ PSC എഴുതിക്കളയാം. അയ്യോ ഞാൻ ജർമ്മനിക്ക് പോകുന്നില്ല, എനിക്ക് വയ്യ കഷ്ടപ്പെടാൻ. അത്രയേ ഉള്ളൂ കാര്യം. എന്താണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻസ് പെർട്ടിക്കുലർലി ഇമ്പോർട്ടൻറ്റ് ഇൻഫ്ലുവൻസിങ് ദ ഡിസിഷൻസ് ഓഫ് ദി അൺഡിസൈഡഡ് പേഴ്സൺസ്. അല്ലെ, അൺഡിസൈഡഡ് പേഴ്സൺസ് അവർ തീരുമാനം എടുത്തിട്ടില്ല. വാക്സിൻ എടുക്കണമോ എടുക്കണ്ടയോ എന്ന തീരുമാനം അവരെടുത്തിട്ടില്ല. മനസ്സിലായി? നിങ്ങൾ ചെന്ന് നിൽക്കുന്നത് ഒരു വായനശാലയിലാണ്. അവിടെ വാക്സിനെതിരെ വലിയൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ആദ്യം അവനെ പിടിച്ചകത്തിട്ടു, അല്ലെങ്കിൽ അവന് എതിരെ, കാരണം വാക്സിനെതിരെയൊക്കെ ക്യാമ്പയിനൊക്കെ നടത്തി കഴിഞ്ഞാൽ അകത്ത് പോകും ഇപ്പം കേട്ടോ. അതിനുള്ള നിയമങ്ങളുണ്ട്, മനസ്സിലായ? അപ്പോഴത്തേക്കും കുറേ പേര് നമുക്ക് വാക്സിൻ ഒന്നും വേണ്ട, ഓക്കെ ഇരിക്കണം. കുറേ പേര് തീരുമാനം എടുത്തിട്ടില്ല. അവൻ പറഞ്ഞാണ് ശരി, അവൻ പറഞ്ഞാണ് ശരി, ഒരു പിടുത്തമില്ലല്ലോ. അവനെ നമുക്ക് കൈ കിട്ടിക്കഴിഞ്ഞാൽ എടാ മക്കളെ ഇതാണ് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവനെ കൊണ്ട് വാക്സിൻ എടുപ്പിക്കാനുള്ള ഡിസിഷൻ എടുപ്പിക്കാൻ നമുക്ക് പറ്റില്ലേ? പറ്റൂടാ. അതുപോലെ ദ സുപ്പീരിയോറിറ്റി ഓഫ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഓവർ മാസ് മീഡിയ ഫോർ ക്രിയേഷൻ മോട്ടിവേഷണൽ എഫക്ട് ഹാസ് ബീൻ വെൽ ഡോക്യുമെന്റഡ്. കണ്ടോ? അതായത് മാസ് മീഡിയയിൽ കൂടെ നമ്മൾ ചെയ്യുന്നു അല്ലേ, മാസ് മീഡിയയിൽ കൂടെ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സുപ്പീരിയോറിറ്റി എന്തിനുണ്ടാ? ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. മനസ്സിലായി പറഞ്ഞത്? കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. അതുപോലെ മാസ് മീഡിയയിലൂടെ നമ്മൾ മെസ്സേജ് കൊടുക്കുമ്പോഴത്തേക്കും അവിടെയും ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനിലേക്ക് നമുക്ക് നയിക്കാൻ പറ്റും. when the message is relayed via mass media, നമ്മൾ മാസ് മീഡിയ വഴി മെസ്സേജിനെ റിലേ വിട്ടുകൊണ്ടേയിരിക്കുന്നു. അതെന്ത് ചെയ്യും? കമ്മ്യൂണിറ്റിയിലേക്ക് ഡിഫ്യൂസ് ചെയ്തിറങ്ങും. അതായത് ഒരു നോവൽ കൊറോണ വൈറസ് തടയാൻ പറ്റും എന്ന് പറഞ്ഞൊരു സാധനമില്ലേ, അതെന്താ? മാസ് മീഡിയ വഴി നമ്മൾ കേട്ട മെസ്സേജാ ഇല്ലേ? നമ്മൾ കേട്ട മെസ്സേജാ. ആദ്യമേ ഇങ്ങനെ ചുമച്ച് നമ്മൾ ചുമകേട്ട് ഇത് സാധനം എന്തോ നമുക്ക് മനസ്സിലായി. നമ്മൾ തമാശയായിട്ട് അങ്ങോട്ടേക്കിട്ടും പറയാൻ തുടങ്ങി. ഇതെന്താണ് ഈ സംഭവം? അതിന് നമ്മൾ അറിയുന്നുണ്ട് കാര്യങ്ങൾ. എന്നാലും ഓരോരോ കാര്യങ്ങളും മാസ് മീഡിയ വഴി നമ്മൾ അറിഞ്ഞതിന് ശേഷം പിക്ക്ഡ് അപ്പ് ബൈ ദ ഇന്റർപേഴ്സണൽ ആൻഡ് ഇൻഫോർമൽ നെറ്റ്വർക്ക്സ്. ഇൻഫോർമൽ നെറ്റ്വർക്ക്, അയൽക്കൂട്ട ഇൻഫോർമൽ നെറ്റ്വർക്കാ. 4, 3, 7 പെണ്ണുങ്ങൾ കൂടിയിരിക്കുന്നു. എടി ഇങ്ങനെ ഒരു സംഗതി നമ്മൾ കേട്ടാ അത് ഓക്കെ, മനസ്സിലായി പറഞ്ഞത്? ഇതിലേക്ക് എത്തിപ്പെടും എന്നുള്ളതാണ്. ഒരു മെസ്സേജ് മാസ് മീഡിയ വഴി കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗെറ്റ് ഡിഫ്യൂസ്ഡ് ഇൻ ദ കമ്മ്യൂണിറ്റി ആൻഡ് ഇറ്റ് ഈസ് പിക്ക്ഡ് അപ്പ് ബൈ ദ ഇന്റർപേഴ്സണൽ ആൻഡ് ഇൻഫോർമൽ നെറ്റ്വർക്ക്സ്. മാസ് മീഡിയ വഴി കൊടുക്കുന്ന മെസ്സേജുകളും ഇൻഫോർമൽ നെറ്റ്വർക്ക്സിലേക്ക്, ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനിലേക്ക് റിഫ്ലക്ട് ചെയ്യപ്പെടും. ഓക്കെയാണ് പറഞ്ഞത്? പറഞ്ഞ പോയിന്റ് ശ്രദ്ധിക്കുക. എന്താണ്? മോസ്റ്റ് കോമൺ ചാനൽ അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ എന്നെല്ലാം വിളിക്കുന്നു. അതുപോലെ എന്താണ്? ഒരു അൺഡിസൈഡഡ് പേഴ്സന്റെ തീരുമാനത്തെ മാറ്റം വരുത്താൻ എന്തിനു പറ്റും? പ്രത്യേകമായിട്ടും ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ പറ്റും അല്ലേ? അതുപോലെ മാസ് മീഡിയ വഴി നമ്മളൊരു കാര്യം പ്രചരിപ്പിക്കുന്നു. വാക്സിന് വേണ്ടിയിട്ട് നമ്മൾ വാക്സിൻ നിങ്ങൾ എല്ലാവരും എടുക്കണമെന്ന് മാസ് മീഡിയ വെച്ച് അനൗൺസ് ചെയ്യാണ്. അതിനേക്കാൾ കൂടുതൽ എഫക്റ്റ് ആർക്കുണ്ട്? ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അല്ലേ? പക്ഷേ മാസ് മീഡിയ വഴി നമ്മൾ ഈ സാധനം റിലേ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ തന്നെ പിന്നെയും ഇന്റർപേഴ്സണൽ അല്ലെങ്കിൽ ഇൻഫോർമൽ നെറ്റ്വർക്ക്സിൽ എത്തിക്കാൻ പറ്റുകയും ചെയ്യും. നോക്കാം. The message is then subject to debate and discussed by interpersonal communications. On the basis of this scrutiny, a consensus is gradually built up in the community whether to accept or to reject the message. നേരത്തെ പറഞ്ഞതാണ് മെസ്സേജ് റിലേ ചെയ്ത് വിടുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കടാ? കമ്മ്യൂണിറ്റി ഇതിനെ അബ്സോർബ് ചെയ്യുമല്ലേ? അത് കഴിഞ്ഞ് ഇൻഫോർമൽ നെറ്റ്വർക്ക് വഴിയും അതുപോലെ നാട്ടുകൂട്ടങ്ങൾ, ആൾക്കാർ തമ്മിലൊക്കെ സംസാരിക്കും. അങ്ങനെ സംസാരിച്ച് വരുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കോടാ? മെസ്സേജ് പിന്നെ എന്ത് ചെയ്യും? ഡിബേറ്റിന് വെക്കും. ചായ കടയിലൊക്കെ അമ്പാവ് കൂടി ഇരുന്നിട്ട് പറയും, ഇടേ നീ മാസ്ക് ധരിക്കണം കേട്ടാ, മാസ്ക് ധരിച്ചതിനെ പ്രശ്നം, നീ പോടാവുകയെ എനിക്ക് അസുഖമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അപ്പാപ്പൻ തിരിച്ച് പ്രതികരിക്കും.
അങ്ങനെ അപ്പോൾ 4 പേരിരിക്കും, എല്ലാവരും മാറിയിരിക്കും അല്ലേ. നീ എന്താ മാസ്ക് ധരിക്കാത്ത, നമ്മളിത് ധരിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അയാൾക്കും ധരിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ എന്ത് സംഭവിക്കും? സബ്ജക്റ്റ് ടു ഡിബേറ്റ് ആൻഡ് ഡിസ്കഷൻസ് ബൈ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അവിടെ നടന്നെന്താ? ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ നടന്നല്ലേ, നടന്നു. ഓൺ ദ ബേസ് ഓഫ് ദി സ്ക്രൂട്ടിനി, എന്താണ് ഈ ഒരു സ്ക്രൂട്ടിനിയുടെ അടിസ്ഥാനത്തിൽ എന്ത് സംഭവിക്കും? ഇതൊരു കോൺസെൻസസ് ബിൽട്ടപ്പ് ആയി വരും അല്ലേ. ഒന്നുകിൽ ഇത് അക്സെപ്റ്റ് ചെയ്യണോ അത് റിജക്റ്റ് ചെയ്യണോ എന്നുള്ള രീതിക്കൊരു ഒരു കൺസെൻസസ് ബിൽട്ടപ്പ് ആയിട്ട് വരും. അപ്പോൾ മിക്കവാറും കോവിഡിന്റെ കാര്യത്തിൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു അല്ലേ. കാരണം എന്താ, 10 പേര് മാറി എന്നപ്പോൾ ഒരപ്പോൾ മാത്രം ഇനിയിപ്പോൾ മാസ്ക് ഇടാതെ പുറത്തിറങ്ങിയാൽ ലവന്മാരെന്നെ കൂട്ടത്തില്ല. എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു. അതേസമയം നമ്മൾ വാക്സിൻ്റെ കാര്യം ഈ പറഞ്ഞ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് വ്യൂവിൽ അവിടെ ചെന്ന് പറഞ്ഞു. അപ്പോൾ അവർ കുറേ പേര് മറ്റേ ടീമിനാൽ ഒരുപാട് സ്വാധീനിക്കപ്പെട്ടിരിക്കുകയാണ്. അവർ പരസ്പരം ഡിസ്കസ് ചെയ്തിട്ടും ഈ പറഞ്ഞ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷന് പോയ ഒരാൾ നിങ്ങൾ പോയിട്ട് നിങ്ങളെ കാര്യം പറഞ്ഞിട്ട് വന്നു, എവിടെ ഗ്രന്ഥശാലയിൽ പോയി പറഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് അവർക്ക് കുറേ കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. വായും തുറന്നിരുന്നിട്ടൊക്കെ പോയി അവർക്ക് മനസ്സിലായി മറ്റേ ആൾ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യും? അവർ ഈ സാധനം എടുത്തിട്ട് അലക്കും, ചായക്കടയ്ക്കിട്ട് അലക്കും അല്ലേ. ഇയാൾക്ക് എന്തിരുന്ന് പറഞ്ഞത് ഒരു പിടുത്തവും ഇല്ല, മറ്റേ ആൾ പറയണത് ശരി. നമ്മളെ മെസ്സേജിനെ അവരെന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യും അല്ലേ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ് മോസ്റ്റ് കോമൺ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ? ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അതിനെ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നു. അതുപോലെ എന്താണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ പർട്ടിക്കുലർ ഇമ്പോർട്ടൻറ്റ് ഇൻ ഇൻഫ്ലുവൻസിങ് ഇൻ ദ ഡിസിഷൻ ഓഫ് ദ അൺഡിസൈഡഡ് പേഴ്സൺസ്. അതായത് ഡിസിഷൻ എടുക്കാത്ത ആൾക്കാരുടെ ഡിസിഷൻ എടുപ്പിക്കാൻ നമുക്ക് പറ്റും അല്ലേ. അതുപോലെ എന്താണ് അതിനൊരു വ്യക്തമായ സുപ്പീരിയോറിറ്റി ഉണ്ട്. ഏതിനു മുകളിൽ? മാസ് മീഡിയ കമ്മ്യൂണിക്കേഷനേക്കാൾ കൂടുതൽ സുപ്പീരിയോറിറ്റി എന്തിനുണ്ട്? ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനിലുണ്ട് അല്ലേ. അതുപോലെ എന്തുണ്ട്? വെൻ ദ മെസ്സേജ് റിലേഡ്, അതായത് നമ്മുടെ ഏത് വഴി മാസ് മീഡിയ വഴി കൊടുക്കുന്ന മെസ്സേജുകൾ പോലും എങ്ങോട്ട് ഇറങ്ങി ചെല്ലാൻ സാധ്യതയുണ്ട്? എങ്ങോട്ട്? ഇന്റർപേഴ്സണൽ ഇൻഫോർമൽ നെറ്റ്വർക്സിലേക്ക് ഇറങ്ങി ചെല്ലാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സംഗതികൾ ചായക്കടയിലും അവിടെയും വീടുകളിലൊക്കെ ഇരുന്ന് അവരെന്ത് ചെയ്യും? ഡിബേറ്റ് ചെയ്യും, ഡിസ്കസ് ചെയ്യും അല്ലേ. അങ്ങനെ വരുമ്പോഴത്തേക്കും ഒന്നുകിൽ അവരെ സ്വീകരിക്കാം, അല്ലെങ്കിൽ അത് ഡിസ്കാർഡ് ചെയ്ത് പോകാമെന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് വരുന്ന ഒന്ന് കഴിഞ്ഞ് മാസ് മീഡിയ. ഇൻ മാസ് കമ്മ്യൂണിക്കേഷൻ ദ ചാനൽ ഈസ് വൺ ഓർ മോർ ഓഫ് ദ ഫോളോയിങ്. എന്തൊക്കെയാണ്? TV ഉണ്ടാകാം, റേഡിയോ ഉണ്ടാകാം, പ്രിന്റഡ് മീഡിയ ഉണ്ടാകാം. ഇപ്പോൾ സോഷ്യൽ മീഡിയയും വരുന്നുണ്ടല്ലേ. സോഷ്യൽ മീഡിയ എല്ലാം മാസ് മീഡിയയിൽ വരുന്നുണ്ട് അല്ലേ. എന്തൊക്കെയാണ് വരുന്നത്? TV വരുന്നുണ്ട്, ടെലിവിഷൻ, റേഡിയോ, പ്രിന്റഡ് മീഡിയ, ഇതെല്ലാം എന്തിൽ വരുന്നുണ്ട്? മാസ് കമ്മ്യൂണിക്കേഷനിൽ, മാസ് മീഡിയയിൽ വരുന്നുണ്ട്. ഇനി നോക്കാം. മാസ് മീഡിയ ഹാവ് ദ അഡ്വാൻറ്റേജ് ഓഫ് റീച്ചിങ് എ റിലേറ്റീവ്ലി ലാർജർ പോപ്പുലേഷൻ ഇൻ എ ഷോർട്ടർ ടൈം ദാൻ ഈസ് പോസിബിൾ വിത്ത് അതർ മീൻസ്. ഞാൻ നേരത്തെ പറഞ്ഞു ഏറ്റവും എഫക്റ്റീവ് എന്താണ്? ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഒരു 2368 ഗ്രന്ഥശാല ഉണ്ടെന്ന് വെച്ചോ. ഈ 2368 ഗ്രന്ഥശാലയിലും മീറ്റിംഗ് നടത്തണമെന്നുണ്ടെങ്കിൽ സമയം എടുക്കൂലടാ. സമയം എടുക്കും. പക്ഷേ പെട്ടെന്നൊരൊറ്റ ക്ലിക്ക് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവർക്കും അലേർട്ട് മെസ്സേജ് കൊടുക്കാൻ പറ്റും. എന്ത് വഴി? TV വഴി, റേഡിയോ വഴി, പ്രിന്റഡ് മീഡിയ വഴിയൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ആൾക്കാരെ അവെയർ ആക്കാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. എന്താ അഡ്വാൻറ്റേജ്? റീച്ചിങ് എ റിലേറ്റീവ്ലി ലാർജർ പോപ്പുലേഷൻ ഷോർട്ടർ ടൈം. ഇതാണ് ചോദ്യം കേട്ടോ. മാസ് മീഡിയയുടെ അഡ്വാൻറ്റേജ് എന്താണ്? റീച്ചിങ് എ റിലേറ്റീവ്ലി ലാർജർ പോപ്പുലേഷൻ. കൂടുതൽ ആൾക്കാരിലേക്ക് കുറഞ്ഞ സമയം കൊണ്ട് എത്താൻ പറ്റും എന്നുള്ളതാണ് എന്ത്? മാസ് മീഡിയയുടെ അഡ്വാൻറ്റേജ്. എന്താണ്? ബീയിങ് വൺ വേ ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. പണ്ട് ചോദിച്ചിട്ടുണ്ട് മാസ് മീഡിയ ഏത് തരത്തിലുള്ള ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്? ഇറ്റ്സ് ആൻ വൺ വേ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. എന്താണ്? വൺ വേ ചാനലാണ്. നമുക്ക് TVയോട് തിരിച്ച് സംസാരിക്കാൻ പറ്റുമോ? റേഡിയോയോട് തിരിച്ച് സംസാരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല അല്ലേ. പക്ഷെ അത് കമ്മ്യൂണിക്കേഷൻ ആണ്. നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? വൺ വേ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. മാസ് മീഡിയ ക്യാരി മെസ്സേജസ് ഓൺലി ഫ്രം സെന്റർ ടു ദ പെരിഫറി. സെന്ററിൽ നിന്നും പെരിഫറിയിലേക്ക് അല്ലേ. സെന്ററിൽ നിന്നും പെരിഫറി, ഒരു വൃത്തം വരച്ചു കഴിഞ്ഞാൽ അതിന്റെ നടുക്ക് നിന്നും ഇങ്ങനെയാണ് പോകുന്നത്. എല്ലാ ഭാഗത്തേക്കും വൺ വേ ചാനലായിട്ടാണ് എന്ത് പോവുക? കമ്മ്യൂണിക്കേഷൻ പോവുക. അപ്പൊ നോക്കാം, ഫീഡ്ബാക്ക് ഉണ്ടോ? ഫീഡ്ബാക്ക് ഉണ്ട് അവിടെ, എന്നാലേ അതിനെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. പക്ഷെ എന്താണ്? ഫീഡ്ബാക്ക് മെക്കാനിസം ആർ പുവർലി ഓർഗനൈസ്ഡ്. കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യാനൊന്നും പറ്റത്തില്ല അല്ലേ. പുവർലി ഓർഗനൈസ്ഡ്. ബീയിങ് ഇംപേഴ്സണൽ മീഡിയ ദേ ആർ യൂഷ്വലി നോട്ട് എഫക്റ്റീവ് ഇൻ ചേഞ്ചിങ് എസ്റ്റാബ്ലിഷ്ഡ് മോഡ്സ് ഓഫ് ബിഹേവിയർ. എന്താണ്? ഇതൊരു ഇംപേഴ്സണൽ മീഡിയ ആയതുകൊണ്ട് തന്നെ എന്താണ്? അത്ര എഫക്റ്റീവ് അല്ല അല്ലേ. അവരുടെ ഈ പറഞ്ഞ പോലെ അത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബിഹേവിയർ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പലപ്പോഴും സാധ്യമാകാൻ കഴിയത്തുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താ മാസ് മീഡിയയെ കുറിച്ച് പഠിക്കേണ്ടത്? എന്തൊക്കെയാണ് മാസ് മീഡിയ വരുന്നത്? TV വരുന്നുണ്ട്, റേഡിയോ വരുന്നുണ്ട്, പ്രിന്റഡ് മീഡിയ വരുന്നുണ്ട്. മാസ് മീഡിയ ഹാവ് ദ അഡ്വാൻറ്റേജ് ഓഫ് റീച്ചിങ് എ റിലേറ്റീവ് ലാർജർ പോപ്പുലേഷൻ ഷോർട്ട് ടൈം. ഇതാണ് അഡ്വാൻറ്റേജ്. എന്താണ്? കുറച്ച് ആൾക്കാരെ അല്ലെ കൂടുതൽ ആൾക്കാരിലേക്ക് കുറഞ്ഞ സമയം കൊണ്ട് എത്തിച്ചേരാൻ പറ്റും അല്ലേ. അതുപോലെ എന്താണ്? വൺ വേ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. പക്ഷേ എന്താണ്? ഫീഡ്ബാക്ക് ഉണ്ട്, പക്ഷേ ദേ ആർ വെരി പോർലി ഓർഗനൈസ്ഡ്. ഇതാണ് മാസ് മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ്?
മാസ് മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് നോക്കാം ഫോക്ക് മീഡിയ. നേരത്തെ പറഞ്ഞു എവരി കമ്മ്യൂണിറ്റി ഹാസ് ഇറ്റ്സ് ഓൺ നെറ്റ്വർക്ക് ഓഫ് ട്രഡീഷണൽ ഓർ ഫോക്ക് മീഡിയ സച്ച് ആസ് ഫോക്ക് ഡാൻസസ്, നാടോടി നൃത്തങ്ങളുണ്ടല്ലേ, അതുപോലെ ഫോക്ക് സിംഗിങ്, ചില നാടൻ പാട്ടുകളുണ്ട്, അതുപോലെ ഡ്രാമാസ് അല്ലേ, നൗട്ടാങ്കി എന്ന് പറയുന്നല്ലേ, നൗട്ടാങ്കി ഇൻ ഉത്തർപ്രദേശ്, ബുറാക്കഥ ഇൻ ആന്ധ്രാപ്രദേശ് ആൻഡ് ഹരികഥ ഇൻ വെസ്റ്റേൺ ഇന്ത്യ, ബിസൈഡ്സ് ഇൻഫോർമൽ ഗ്രൂപ്പ് ഗാദറിംഗ്സ്, കാസ്റ്റ് ഓർ റിലീജിയസ് മീറ്റിംഗ്സ് അല്ലേ. നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഈ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ എന്തുണ്ട്, നമ്മുടെ നാട്ടിലും പല സാധനങ്ങളുണ്ടല്ലേ, ചില സ്ഥലങ്ങളിലൊക്കെ എന്തുണ്ട്, ചില നാടൻ കലാരൂപങ്ങൾ, തെയ്യം അതുപോലെയൊക്കെയുള്ള കലാരൂപങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ഈ ഒരു എഡ്യൂക്കേഷൻ പ്രോസസ്സ് നടപ്പിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഓട്ടം തുള്ളൽ നല്ലൊരു മീഡിയയാണ്. പണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ കുഞ്ഞുകാലത്തൊക്കെ ഇതേപോലുള്ള ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈ ഫോക്ക് മീഡിയ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ഐഡിയ വെച്ചുള്ള ഓട്ടം തുള്ളലെല്ലാം റേഡിയോ എല്ലാം പ്രക്ഷേപണം ചെയ്യുമായിരുന്നു. അന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പൊതുജന താല്പര്യാർത്ഥം ചെയ്യുന്ന പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഹെൽത്ത് മാത്രമല്ല വേറെ പല ഡിപ്പാർട്ട്മെൻറ്റും ഇതുപോലെ ചെയ്യുമായിരുന്നു. എന്തായാലും ഇത്രയേ ഉള്ളൂ. ദീസ് ആർ ഇമ്പോർട്ടൻറ്റ് ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ക്ലോസ് ടു ദ കൾച്ചറൽ വാല്യൂസ് ഓഫ് ദ റൂറൽ പോപ്പുലേഷൻ. ഗ്രാമഗ്രാമാന്തരങ്ങളിലുള്ള പോപ്പുലേഷൻ്റെ കൾച്ചറൽ വാല്യൂസിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കമ്മ്യൂണിക്കേഷൻ ചാനലാണ് എന്ത്, ഫോക്ക് മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഹെൽത്ത് മെസ്സേജസ് മേ ബി കമ്മ്യൂണിക്കേറ്റ് ത്രൂ ദീസ് ട്രഡീഷണൽ മീഡിയ. മേ ബി ആണ്, മസ്റ്റ് ബി എന്നല്ല. ചില സ്ഥലങ്ങളിൽ മസ്റ്റ് ബി എന്ന് വേണമെങ്കിലും പറയാം. കാര്യം വേറെ ഒന്നും പറഞ്ഞാൽ അവർ കേൾക്കാൻ സാധ്യത കുറവായതുകൊണ്ട് അതുവഴിയെങ്കിലും ഇവനെ കേൾപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യമുള്ളത് കൊണ്ട് അല്ലേ. ഓക്കെ, ഹെൽത്ത് മെസ്സേജസ് മേ ബി കമ്മ്യൂണിക്കേറ്റ് ത്രൂ ദീസ് ട്രഡീഷണൽ മീഡിയ സിൻസ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സെൽഡം അച്ചീവ്ഡ് ത്രൂ ദ യൂസ് ഓഫ് വൺ മെത്തേഡ് അലോൺ ആൻഡ് അറ്റംപ്റ്റ് ഷുഡ് ബി മെയ്ഡ് ടു കമ്പൈൻ എ വെറൈറ്റി ഓഫ് മെത്തേഡ്സ് ടു അക്കംപ്ലിഷ് ദ എഡ്യൂക്കേഷണൽ പർപ്പസ്. അതായത് നമുക്ക് കൃത്യമായിട്ട് ഗ്രന്ഥശാലയിൽ മാത്രം പോയി ക്ലാസ് എടുത്താലോ ടി വിയിൽ പരിപാടി കാണിച്ചാലോ മാത്രം നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന എഫക്റ്റ് കിട്ടണം നിർബന്ധമില്ല. സെൽഡം അച്ചീവ്ഡ് അല്ലേ, സെൽഡം നെഗറ്റീവ് വേർഡാ കേട്ടോ. സെൽഡം അച്ചീവ് ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ ഒരു മെത്തേഡ് ആകുമ്പോഴത്തേക്കും സാധ്യത കുറവാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, ആ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ വാക്സിനേഷൻ പുറംതിരിഞ്ഞ് നിൽക്കുന്ന തലമുറയെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരെ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ക്ലാസ് എടുത്തു. ടി വി കൂടെ ന്യൂസ് വരുന്നുണ്ട്, വാക്സിനേഷൻ എടുത്തില്ലെങ്കിൽ പോലീസ് പിടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പോലീസ് പിടിക്കുമോ വേണമെങ്കിൽ അതിനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടിക്ക് വാക്സിനേഷൻ നമ്മൾ കൊടുക്കാൻ വിസമ്മതിച്ചു കഴിഞ്ഞാൽ വകുപ്പുണ്ട് കേട്ടോ, വേണമെങ്കിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം എന്തായാലും ഈ ഒരൊറ്റ മാർഗ്ഗം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉദ്ദേശം നടക്കില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കെന്ത് മറ്റു മാർഗ്ഗങ്ങളായിട്ടുള്ള ഇതുപോലുള്ള മാർഗ്ഗങ്ങളും പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് ഫോക്ക് മീഡിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട MCQs നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിരുന്നോണം. ഒരു 10-15 ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളൂ. ബാക്കി 50 MCQ ഉണ്ട്. അത് പരീക്ഷയ്ക്ക് കിട്ടും. പരീക്ഷയിൽ അടിപൊളിയായിട്ട് എഴുതണം കേട്ടാ. എഴുതിയിട്ട് വിളിക്കണം കേട്ടോ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കണം, മിസ്സിന് ചോദിച്ചാൽ മതി. വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ ചാനൽ ഇൻ കമ്മ്യൂണിക്കേഷൻ? എന്താ ചാനല്? ടു പ്രൊവൈഡ് ഫീഡ്ബാക്ക്, ടു സെർവ് ദ മെസ്സേജ്, ടു കൺവേ ദ മെസ്സേജ് ഫ്രം ദ സെൻഡർ ടു റിസീവർ. അതാണല്ലേ, സെൻഡറിൽ നിന്നും റിസീവറിലേക്ക് മെസ്സേജ് കൊണ്ടുപോകണം ചാനലിൻ്റെ ലക്ഷ്യം. ഇത്രയേ ഉള്ളൂ. അതുപോലെ നോക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ? താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? കമ്മ്യൂണിക്കേഷൻ ഈസ് എ വൺ വേ പ്രോസസ്. തെറ്റാണത്. കാരണം കമ്മ്യൂണിക്കേഷൻ വൺ വേ പ്രോസസ് അല്ല. തെറ്റ് മാർക്ക് ചെയ്യാം നമുക്ക്. ദ സെൻഡർ ഈസ് ദ ഒറിജിനേറ്റർ ഓഫ് ദ മെസ്സേജ് ഇൻ ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. അത് ശരിയായ പ്രസ്താവനയാണ്. ഫീഡ്ബാക്ക് ഈസ് നോട്ട് എ ക്രൂഷ്യൽ കമ്പോണന്റ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. തെറ്റാണ് അല്ലേ. എന്താണ് ഫീഡ്ബാക്ക്? ഇറ്റ്സ് എ ക്രൂഷ്യൽ, അതായത് കമ്മ്യൂണിക്കേഷൻ വളരെ ക്രൂഷ്യലായ സാധനമാണ് എന്ത് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അതുപോലെ മെസ്സേജ് ക്യാൻ ഓൺലി ബി ട്രാൻസ്മിറ്റഡ് വെർബലി. തെറ്റ്. പലതരത്തിൽ ചിത്രങ്ങളിലൂടെ, സംചകളിലൂടെ, കണ്ണിറുക്കിയൊക്കെ മെസ്സേജ് കൊടുക്കാൻ പറ്റും അല്ലേ. ഓക്കെ, അപ്പോൾ എന്താണ് ശരിയായത്? 2 മാത്രമാണ്. അപ്പോൾ ഉത്തരം C ആണ് കേട്ടോ. ഇങ്ങനെ നിങ്ങൾ എഴുതാൻ പഠിക്കണം. നിങ്ങൾക്ക് നിങ്ങളെ എഴുതി വേറെ ഉണ്ടെങ്കിൽ നോക്കാം. അതുപോലെ ഫീഡ്ബാക്ക് ഇൻ ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് എന്താ ഇറ്റ് കൺഫേംസ് ദ റെസിപ്റ്റ് ഓഫ് മെസ്സേജ്, അല്ലെങ്കിൽ ഇറ്റ് ഇൻട്രസ്റ്റ് ദ മെസ്സേജ്, ഇറ്റ് റീപ്ലേസ് ദ ഒറിജിനൽ മെസ്സേജ്, ഇറ്റ് സെർവ്സ് ആസ് എ ന്യൂ മെസ്സേജ്. എന്താണ്? ഇറ്റ് കൺഫേംസ് ദ റെസിപ്റ്റ്. അവന് മെസ്സേജ് കിട്ടി എന്ന് മനസ്സിലാക്കിയാൽ അവൻ ഫീഡ്ബാക്ക് തരത്തുള്ളൂ. യെസ്, അത്രയേ ഉള്ളൂ. ആലോചിക്കണേ. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? നമുക്ക് എഴുതി നോക്കാം. ശരിയായതാ ചോദിച്ചിരിക്കുന്നത്, അത് ഉറപ്പാക്കണം ആദ്യം. എന്നിട്ട് ദ റിസീവർ ഈസ് ദ ആഡിയൻസ് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ വിച്ച് മേ ബി ആൻ ഇൻഡിവിജ്വൽ ഓർ എ ഗ്രൂപ്പ്. ശരിയാണത്. കാര്യം എന്താ? റിസീവർ എന്ന് പറഞ്ഞാൽ ഓഡിയൻസ് ആണ്. ഒരാളാകാം, ഒരു ഗ്രൂപ്പ് ആകാം. ഓക്കെ, ദ എഫക്റ്റീവ്നെസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ സെൻഡേഴ്സ് നോളജ് ഓർ സോഷ്യൽ സ്റ്റാറ്റസ്. ദ എഫക്റ്റീവ്നെസ് കമ്മ്യൂണിക്കേഷൻ ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ
സെൻഡേഴ്സ് നോളജ് ഓർ സോഷ്യൽ സ്റ്റാറ്റസ്. സെൻഡറിൻ്റെ അറിവിനോ സോഷ്യൽ സ്റ്റാറ്റസിനോ കമ്മ്യൂണിക്കേഷൻ്റെ എഫക്റ്റീവ്നെസ്സിൽ യാതൊരു പ്രാധാന്യം ഇല്ലെന്ന് പറയും. തെറ്റായ പ്രസ്താവനയാണ്. കാര്യം അവൻ വെൽ ഡ്രസ്ഡ് ആയിരിക്കും, അവന് പറയുന്ന കാര്യത്തിൽ വ്യക്തമായ ധാരണ ഉണ്ടായി, ഇല്ലെങ്കിൽ അവൻ പറഞ്ഞ യാതൊരു കാര്യമില്ലേ. അതുപോലെ എ കൺട്രോൾഡ് ഓഡിയൻസ് ഈസ് ഡിഫൈൻഡ് ബൈ ഇറ്റ്സ് ഹോമോജീനസ് നേച്ചർ ആൻഡ് കോമൺ ഇൻട്രസ്റ്റ്. ശരിയാണ്. കൺട്രോൾഡ് ഓഡിയൻസിന് കോമൺ ഇൻട്രസ്റ്റ് ഉണ്ടാകും, അവർക്കൊരു ഹോമോജീനസ് നേച്ചറും ഉണ്ടായിരിക്കും അല്ലേ. അതുപോലെ ഫോർ എ മെസ്സേജ് ടു ബി എഫക്റ്റീവ് ഇറ്റ് മസ്റ്റ് ബി വേഗ് ആൻഡ് ജനറൽ. നോ, ദാറ്റ് ഷുഡ് നോട്ട് ബി വേഗ്. അത് ക്ലിയർ ആയിരിക്കണം അല്ലേ. തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ഏതൊക്കെയാണ് വിച്ച് ട്രൂ അല്ലേ, സത്യമല്ലേ വെച്ചാൽ. അപ്പോൾ അത്ര 1, 3 ഓപ്ഷൻ ഉണ്ടോ നോക്കുക. യെസ്, 1, 3 ഓപ്ഷനുണ്ട്. ഡി ആണ് ഉത്തരം. ഓക്കെ അല്ലേടാ. ഇനി നമുക്ക് നോക്കാം. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ റിക്വയർസ് ദ മെസ്സേജ് ടു ബി എങ്ങനെ അയക്കണം? അൺക്ലിയർ ബട്ട് ഇൻട്രസ്റ്റിംഗ്. തെറ്റ്. ക്ലിയർ, അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് സ്പെസിഫിക്. അത് ശരിയാണ്. ലോങ് ആൻഡ് ഡീറ്റെയിൽഡ്, ഷോർട്ട് ആൻഡ് അംബിഗസ്. എന്താണ്? ക്ലിയർ ആയിരിക്കണം, അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം അല്ലേ. ഓക്കെ. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ്. താരത്തെന്തെങ്കിലും തെറ്റായ പ്രസ്താവന. ആൻഡ് അൺകൺട്രോൾഡ് ഓഡിയൻസ് ഗ്യാദേഴ്സ് ടുഗദർ പ്രൈമർലി ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി കൊണ്ട് കൂടുന്ന ആൾക്കാരാണ് അൺകൺട്രോൾഡ് ഓഡിയൻസ്. ശരിയായ പ്രസ്താവനയാണ് അല്ലേ, സംശയമില്ല കാര്യത്തിൽ. ദ ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ റെഫേഴ്സ് ദ മീഡിയം ത്രൂ വിച്ച് ദ മെസ്സേജ് കൺവേഡ്. ശരിയാണ്. അതുപോലെ ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് കൺസിഡേർഡ് സക്സസ്ഫുൾ വിത്തൗട്ട് ഫീഡ്ബാക്ക് ഫ്രം ദ റിസീവർ. സക്സസ്ഫുൾ അല്ല, ഫീഡ്ബാക്ക് ഇല്ലെങ്കിൽ അത് സക്സസ്ഫുൾ അല്ല. അതുപോലെ വിത്തൗട്ട് ആൻ ഓഡിയൻസ് കമ്മ്യൂണിക്കേഷൻ എസെൻഷ്യലി ഇൻഎഫക്റ്റീവ്. യെസ്, ശരിയായ പ്രസ്താവനയാണ്. ഓഡിയൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്? ഇൻഎഫക്റ്റീവ് ആണ് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് ഫാൾസ് ആയത്? എന്തൊക്കെയാണ്? 3 മാത്രമാണ് ഫാൾസ് ആയത് അല്ലേ. ഏതാണ് ഓപ്ഷൻ ഉണ്ട്? അങ്ങനെ ഉണ്ട്. സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ. അങ്ങനെ ഇനി നോക്കാം. ദ ഇമ്പാക്ട് ഓഫ് എ മെസ്സേജ് ലാർജ്ലി ഡിപ്പെൻഡ്സ് ഓൺ ദ സെൻഡേഴ്സ്. എന്തിനെ അടിസ്ഥാനപ്പെടുത്തി? സോഷ്യൽ സ്റ്റാറ്റസ്, ഫിസിക്കൽ അപ്പിയറൻസ്, എബിലിറ്റി ടു യൂസ് കോംപ്ലക്സ് ലാംഗ്വേജ്, പ്രിഫറൻസ് ഇൻ മ്യൂസിക്. എന്താണ്? സോഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് നോളജ് ആണ് ഏറ്റവും കൂടുതൽ. ഫിസിക്കൽ അപ്പിയറൻസും പ്രാധാന്യമുണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ സോഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് നോളജ് ആണ്. ഓക്കെ. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. താഴത്തുനിന്ന് ശരിയായ പ്രസ്താവന നോക്കാം. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ റിക്വയർസ് ദ മെസ്സേജ് ടു ബി സ്പെസിഫിക്, ക്ലിയർ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ. ശരിയാണ്. ദ ഹോമോജിനിറ്റി ഓഫ് ദ ഓഡിയൻസ് ഹാസ് നോ എഫക്ട് ഓൺ ദ എഫക്റ്റീവ്സ് കമ്മ്യൂണിറ്റി. തെറ്റാണ്. ദാറ്റ് ഹാസ് ആൻ എഫക്ട്. ഹോമോജിനസ് ആയിട്ടുള്ള ഓഡിയൻസ് ആണെന്നുണ്ടെങ്കിൽ അത് നല്ലതാണല്ലേ. അതുപോലെ ട്രാൻസ്മിറ്റിംഗ് ദ റൈറ്റ് മെസ്സേജ് അറ്റ് ദ റൈറ്റ് ടൈം ടു ദ റൈറ്റ് പീപ്പിൾ ഈസ് നോട്ട് ക്രൂഷ്യൽ ഫോർ സക്സസ്ഫുൾ കമ്മ്യൂണിക്കേഷൻ. തെറ്റ്. അതുപോലെ ദ മെസ്സേജ് ഈസ് ദ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. അതും തെറ്റ്. ശരിയേതാണ്? എ മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന അല്ലേ. ഓക്കെ. അപ്പോൾ അടുത്ത് നോക്കാം. വിച്ച് ഓഡിയൻസ് ടൈപ്സ് പോസ് എ ചലഞ്ച് ഡ്യൂ ടു ഇറ്റ്സ് മോട്ടീവ് ഓഫ് ക്യൂരിയോസിറ്റി. കൺട്രോൾഡ്, അൺകൺട്രോൾഡ് ഉത്തരം അല്ലേ, അറിയാം നമുക്ക്. ഇനി എന്താണ് വരുന്നത്? അത് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ്. തെറ്റായ പ്രസ്താവന. എ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ റെഫേഴ്സ് ടു ദ ഫിസിക്കൽ ഓർ മീഡിയ ബ്രിഡ്ജ് ബിറ്റ്വീൻ സെൻഡർ ആൻഡ് റിസീവർ. ശരിയാണല്ലേ. ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ബ്രിഡ്ജ് ബിറ്റ്വീൻ സെൻഡർ ആൻഡ് റിസീവർ ആണ്, സംശയമില്ല കാര്യത്തിൽ. ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ആർ കൺസിഡേർഡ് എ ട്രഡീഷണൽ ഫോം ഓഫ് മീഡിയ ഇൻ കമ്മ്യൂണിക്കേഷൻ. തെറ്റ്. അത് ട്രഡീഷണൽ ഫോം അല്ല. അതുപോലെ മാസ് മീഡിയ ആർ കേപ്പബിൾ ഓഫ് റീച്ചിങ് എ ലാർജർ ഓഡിയൻസ് ഫാസ്റ്റർ ദാൻ ഇന്റർപേഴ്സണൽ. യെസ്, ശരിയാണല്ലേ. അതുപോലെ മാസ് മീഡിയ ആർ പ്രൈമർലി വൺ വേ ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതും ശരിയായ പ്രസ്താവനയാണ്. ഓക്കെ, ആൻസർ ബി ആണല്ലേ. ഫാൾസ് ആയിട്ടുള്ളത് ബി ആണ്. ഓക്കെ അല്ലേടാ. ഓക്കെ. ഇനി നമുക്ക് നോക്കാം. വൈ ഈസ് ടൈമിംഗ് ഇമ്പോർട്ടൻറ്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ? ഇറ്റ് ഇൻഷുർസ് ദ മെസ്സേജ് ഈസ് ഡെലിവേർഡ് അറ്റ് എ കൺവീനിയൻറ്റ് ടൈം. It is only relevant for live broadcast. It has no real impact on communication. It makes the message longer. No, that it ensures the message is delivered at a convenient time. Correct സമയത്തിന് എത്തുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആക്കുക എന്നുള്ളത്. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ. താഴ്ന്ന തെറ്റായ പ്രസ്താവന. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഇസ് ലെസ് എഫക്റ്റീവ് ദാൻ മാസ് മീഡിയ ഇൻ ക്രിയേറ്റിംഗ് മോട്ടിവേഷണൽ എഫക്റ്റ്. തെറ്റാണ്. മാസ് മീഡിയയേക്കാൾ കൂടുതൽ എഫക്റ്റ് എന്തിനാണ്? ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനിലാണ്. അതുപോലെ ഫീഡ്ബാക്ക് ഈസ് നോട്ട് എ ക്രൂഷ്യൽ കമ്പോണന്റ് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. തെറ്റാണ്. ഫീഡ്ബാക്ക് ഇസ് വെരി വെരി ക്രൂഷ്യൽ. അതുപോലെ ഫോക്ക് മീഡിയ ഇൻക്ലൂഡ് മോഡേൺ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻസ് ലൈക്ക് സോഷ്യൽ മീഡിയ. തെറ്റാണ്. ഇനിയിപ്പോൾ എന്തായിരിക്കും ശരിയല്ലേ? ട്രഡീഷണൽ ഫോക്ക് മീഡിയ ആർ ക്ലോസ്ലി ടൈഡ് ടു ദ കൾച്ചറൽ വാല്യൂസ് ഓഫ് ദ കമ്മ്യൂണിറ്റി. യെസ്, അതാണ് ഡി ആണ് ശരിയായ പ്രസ്താവന അല്ലേ. ഓക്കെ. അതുപോലെ വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ ഓഫൻ ഡിസ്ക്രൈബ്ഡ് ആസ് എ വൺ വേ പ്രോസസ് അല്ല, എ ടു വേ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ചിങ് ഐഡിയാസ്. യെസ്, അത് തന്നെയാണ് അല്ലേ. എന്താണ്? എ ടു വേ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ചിങ് ഐഡിയാസ്. അതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെയിൻ കമ്പോണന്റ് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്? സെൻഡർ ആണ്, റിസീവർ അങ്ങനെയാണ്, ബാരിയർ അല്ല, ഫീഡ്ബാക്ക് ഇതെല്ലാം എന്താണ്? ആണ്, ഇതല്ല അല്ലേ. ഓക്കെ, അപ്പോൾ ആൻസർ സി ആണ് വരുന്നത്. അപ്പോൾ അടുത്ത് നോക്കാം. വാട്ട് ഡസ് ദ റിസീവർ ഇൻ ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് റെപ്രസെന്റ് അല്ലെ? എന്താണ്? ദ മീഡിയം യൂസ്ഡ് ടു കൺവേ ദ മെസ്സേജ്. റിസീവർ എന്നതാണ്
എന്നതാ ആരാ പറ, ഓഡിയൻസ് ഓർ റെസിപ്പിയൻ്റ് അല്ലേ, സംശയമില്ല ആ കാര്യത്തിൽ. ഓക്കെ, അതുപോലെ വാട്ട് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ കൺട്രോൾഡ് ഓഡിയൻസ്. കൺട്രോൾഡ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ എന്നതാടാ, എന്താണ് റെസ്ട്രിക്റ്റഡ് ഫ്രീഡം അല്ല, എന്താണ് കോമൺ ഇൻട്രസ്റ്റ് അല്ലേ, കോമൺ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ് കൺട്രോൾഡ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ. അതുപോലെ ആൻ അൺകൺട്രോൾഡ് ഓഡിയൻസ് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ പ്രഡിക്റ്റബിലിറ്റി അല്ല, ഡൈവേഴ്സിറ്റി ആണ്, ക്യൂരിയോസിറ്റി ആണല്ലേ. ഓക്കെ, അതാണ് വരുന്നത് അല്ലേ. ഓക്കെ, എ ഗുഡ് കമ്മ്യൂണിക്കേഷൻ മെസ്സേജ് മസ്റ്റ് ബി ടൈലേർഡ് ടു ഫിറ്റ്. എങ്ങനെ ഫിറ്റ് ചെയ്യണം? സെൻഡറിൻ്റെ പ്രിഫറൻസ് അനുസരിച്ചല്ല. നേരത്തെ പഠിച്ചാണല്ലേ എങ്ങനെ ആയിരിക്കണം മെസ്സേജ് എന്നുള്ളത്. ജനറൽ ഓഡിയൻസ് വിത്ത് നോ സ്പെസിഫിക് ട്രേറ്റ്സ്, അതല്ല, എന്താണ് അവൻ്റെ സോഷ്യൽ കോണ്ടാക്ട്സിലും കൾച്ചറൽ കോണ്ടാക്ട്സിലും ഫിറ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അതാണ് ഉത്തരം അല്ലേ. എന്താണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന മക്കളെ. അപ്പോൾ ബാക്കി ചോദ്യങ്ങളുമായിട്ട് നിങ്ങളുടെ പരീക്ഷ വരുന്നുണ്ട്. പരീക്ഷ അടിപൊളിയായിട്ട് എഴുതുക, മാർക്ക് ഉറപ്പിക്കുക, ജോലി ഉറപ്പിക്കുക കേട്ടോ. അപ്പോൾ സഹകാരിയുടെ കുട്ടികളായിരിക്കണം എല്ലാ ജില്ലയിലും ഫസ്റ്റ് റാങ്ക് അടിക്കേണ്ടത്. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. പരീക്ഷകൾ എഴുതുക കേട്ടോ. പരീക്ഷ എഴുതാതെ യാതൊരു നിവൃത്തിയില്ല മക്കളെ. പരീക്ഷ എഴുതി നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുക. പിന്നെയും തന്നെ എഴുതുക. ഈ ഭാഗത്ത് എന്ത് ചോദിച്ചാലും ഉത്തരം എഴുതുന്ന കോൺഫിഡൻസിൽ പരീക്ഷയ്ക്ക് പോവുക. അത്രമാത്രം ചെയ്താൽ തരുന്ന സാധനം കംപ്ലീറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.